നമ്മുടെ ജീവിതം അത് നമ്മുടെ സമയമാണ്. നമുക്ക് നൽകപ്പെട്ട സമയം തീർന്നാൽ നമ്മുടെ ഇവിടുത്തെ ജീവിതം അവസാനിച്ചു. അപ്പോൾ പണം കൊടുക്കുന്നതിനേക്കാളും വളരെ വലുതാണ് സമയം കൊടുക്കുക എന്നത്. അള്ളാഹുവിൻ്റെ ദീനിൻ്റെ കാര്യത്തിനല്ലാതെ മറ്റു ഭൗതികമായ ഏതൊരു വിഷയത്തിനും യാതൊരു പിശുക്കുമില്ലാതെ സമയം കൊടുക്കുന്നവർ നമുക്ക് ചുറ്റുമുണ്ട്. ദീനിൻ്റെ കാര്യം പറയുമ്പോഴേക്ക് അവർക്ക് അവരുടെ ജോലിയുടെ തിരക്ക്, കുടുംബത്തിൻ്റെ തിരക്ക്, അവരുടെ മറ്റു ഒരുപാട് തീർക്കേണ്ടതായിട്ടുള്ള വർക്ക് ലോഡുകൾ, ഇതൊക്കെയാണ് പറയാനുള്ളത്. എന്നാൽ ഇതേ ആളുകൾ അവർക്ക് വിനോദമുള്ള, അവർക്ക് സന്തോഷമുള്ള, അവർക്ക് കഴിക്കാനുള്ള, സുഖിക്കാനുള്ള, സന്തോഷിക്കാനുള്ള എല്ലാ അവസരങ്ങളിലും എത്തിപ്പെടുന്നുണ്ട്. ഇവിടെ നമ്മൾ ദീനിന് നമ്മുടെ സമയം കൊടുക്കാൻ തയ്യാറായി എന്നത് തന്നെ വലിയൊരു തൗഫീഖാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, ഇദാ അറാദല്ലാഹു ബിഅബ്ദിൻ ഖൈറാ ഇസ്തഅമലഹു. പടച്ചറബ്ബ് നന്മ ഉദ്ദേശിച്ചതിൻ്റെ അടയാളമാണ് മരിക്കുന്നതിന് മുമ്പ് നമുക്ക് ദീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മുഴുകാനുള്ള അവസരം കിട്ടുക എന്നുള്ളത്. ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നീണ്ട വർഷം വിദ്യ അഭ്യസിച്ച് സമൂഹത്തിൽ അത്യാവശ്യം നല്ല ഒരു സ്റ്റാറ്റസ് ഉള്ള, അത്യാവശ്യം നമുക്ക് ഫിനാൻസ് ഏൺ ചെയ്യാൻ പറ്റിയ ഒരു ജോബ് കിട്ടി, രാവും പകലുമില്ലാതെ വിശ്രമമില്ലാതെ പ്രാക്ടീസ് ചെയ്ത് ധാരാളം കാശ് വന്നുകൂടി, നല്ല വീടും നല്ല സൗകര്യവും നല്ല സെറ്റപ്പും നല്ല സ്റ്റാറ്റസും ഒക്കെ ഉണ്ടായി, യൗവനവും കഴിഞ്ഞ് വാർദ്ധക്യവും കടന്ന് ഒരുപാട് രോഗികളെ ട്രീറ്റ് ചെയ്ത ഡോക്ടർ അവസാനം രോഗിയായി മരണപ്പെട്ട് ആളുകൾ കബറടക്കി 3 പിടി മണ്ണും വാരിയിട്ട് തിരിച്ചു പോരുമ്പോൾ, ഇത്രയും കാലം അയാൾ ഓടി നടന്ന, അയാൾ അധ്വാനിച്ച, അയാൾ സമ്പാദിച്ച കാര്യങ്ങൾ കൊണ്ട് എന്താണ് ഇവിടെ ബാക്കി വെക്കാനുള്ളത് എന്നത് ഏറെ ശ്രദ്ധേയമായ ചോദ്യമാണ്. ലോകത്തൊരുപാട് കോടീശ്വരന്മാരും വിദ്യാസമ്പന്നരും വലിയ വലിയ സീറ്റുകളിൽ ഇരുന്ന ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട്. പക്ഷെ അവരെ ഒന്നും ലോകം ഇന്ന് ഓർക്കുന്നില്ല. എന്നാൽ വർഷങ്ങൾ, നൂറ്റാണ്ടുകൾ മരണപ്പെട്ടിട്ട് എത്രയോ കാലങ്ങൾ കഴിഞ്ഞിട്ട് ഇന്നും നമ്മൾ ഓർക്കുന്ന ചില ആളുകളുണ്ട്. കുട്ടികൾക്ക് ഇമാം ബുഖാരിയുടെയും മുസ്ലിമിൻ്റെയും ഒക്കെ ചരിത്രം പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, എത്ര കാലമായിട്ടുണ്ടാകും അവരൊക്കെ മരിച്ചിട്ട്? ഇമാം മുസ്ലിം മരണപ്പെട്ടിട്ട് ഏതാണ്ട് 1200-ലധികം വർഷം പിന്നിട്ടു. പക്ഷെ ഇന്നും ഇമാം മുസ്ലിം ചർച്ച ചെയ്യപ്പെടുകയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഒരുപാട് മാതൃകകൾ ദീനി വിദ്യാർത്ഥികൾക്ക്, തലബുൽ ഇൽമിന് വലിയ ഒരു മോട്ടിവേഷനായി, ഒരുപാട് പാഠങ്ങളായി നിലനിൽക്കുകയാണ്. ഇമാം ബുഖാരിയും മുസ്ലിമും തിർമിദിയും ഇബ്നു മാജയും നസായിയും ഇങ്ങനെയുള്ള ലോകം കണ്ട മഹാപണ്ഡിതന്മാർ അവർ ലോകം കണ്ട കോടീശ്വരന്മാരായിരുന്നില്ല. ഉടുതുണിക്ക് മറുതുണിയില്ലാത്തവരായിരുന്നു, മതിയായ ഭക്ഷണമില്ലാത്തവരായിരുന്നു, പരിമിതമായ സൗകര്യത്തിൽ ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിൽ ജീവിതം കഴിച്ചുകൂട്ടിയവരായിരുന്നു. ഈവൻ രാജ്യം ഭരിക്കുന്ന ഭരണകൂടം പോലും അവർക്ക് വേണ്ട ഒത്താശകൾ ചെയ്തു കൊടുത്തിരുന്നില്ലെന്ന് മാത്രമല്ല, ധാരാളം ദുരാരോപണങ്ങൾ അവർക്ക് നേരെ അഴിച്ചുവിട്ട് വർഷങ്ങളോളം തടങ്കലിൽ അവരെ പാർപ്പിച്ച് വിവിധങ്ങളായ തരത്തിലുള്ള പീഡനങ്ങളും ശിക്ഷാമുറകളും ഈ പണ്ഡിതന്മാർക്ക് നേരെ നടപ്പിലാക്കിയിട്ടും അവർക്ക് ഒന്നും നഷ്ടമായിട്ടില്ല.
ഭൗതികമായ അളവുകോലുകൾ കൊണ്ട് കോടീശ്വരനാകണം, സൗകര്യങ്ങൾ ഉണ്ടാക്കണം, നല്ല ഗ്ലാമറായിരിക്കണം, എപ്പോഴും ബ്യൂട്ടി ആയിരിക്കണം, ഹെൽത്തി ആയിരിക്കണം എന്നൊക്കെയുള്ള പുതിയ ക്യാപ്ഷൻസ് ഒരു വേള ദുനിയാവിൻ്റെ പളപളപ്പിലേക്കും ദുനിയാവിൻ്റെ സൗന്ദര്യത്തിലേക്കും ദുനിയാവിൻ്റെ സംവിധാനങ്ങളിലേക്കും നമ്മുടെ ശ്രദ്ധയെ നാം അറിയാതെ തിരിച്ചു കൊണ്ടുപോകുന്നുണ്ടോ എന്ന് ആലോചിക്കേണ്ടതാണ്. ജാഹിദീങ്ങളായി ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ച് കിട്ടിയ സമയം അവസരങ്ങളെല്ലാം അള്ളാഹുവിൻ്റെ ദീന് ഇൽമ് പഠിക്കാൻ നിരവധി രാഷ്ട്രങ്ങളിലേക്ക് കാൽനടയായിട്ടും കുതിരപ്പുറത്തും കഴുതപ്പുറത്തുമൊക്കെ സഞ്ചരിച്ച് ഒരുപാട് കാലം പട്ടിണി കിടന്ന് ക്ഷീണിച്ചവശരായി കഴിച്ചുകൂട്ടി അവര് ലോകത്തോട് വിട പറയുമ്പോൾ അവരുടെ ജീവിതത്തെ അടയാളപ്പെടുത്തി ഇൽമിന്റെ വിജ്ഞാനത്തിന്റെ സ്രോതസ്സുകളെ സംരക്ഷിച്ചു നിർത്തി അവർ ലോകത്തോട് വിട പറഞ്ഞപ്പോൾ സത്യത്തിൽ അവരാരും 50 or 60 കൊല്ലമല്ല ജീവിച്ചത്, അവരിന്നും ജീവിക്കുന്നു എന്നതാണ് വസ്തുത. സുഹൃത്തുക്കളെ, അവിടെയാണ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എത്രത്തോളം വിപുലമാണ്, അതല്ല ഷോർട്ടാണ് എന്ന ചിന്ത ഉടലെടുക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കനിഞ്ഞു നൽകിയ ഈ ഹിദായത്ത്, ആ ഹിദായത്ത് ഉപയോഗപ്പെടുത്തി ഒരു വെറും ജോലിക്കാരനായി, അല്ലെങ്കിൽ ഒരു പ്രൊഫഷണലായി, അല്ലെങ്കിൽ ഒരു കുടുംബനാഥനായി, അല്ലെങ്കിൽ ഒരു ഉമ്മയായി, അല്ലെങ്കിൽ സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരു എഞ്ചിനീയറായി മാത്രം നമ്മുടെ ജീവിതം കഴിച്ചു കൂട്ടാനാണോ നാം പരിശ്രമിക്കേണ്ടത് എന്നത് ആലോചിക്കേണ്ടതാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജീവിതം കൊണ്ട് നമുക്ക് കാണിച്ചു തന്ന മാതൃക, സഹാബത്ത് അവിടുത്തെ ജീവിതം കൊണ്ട് നമുക്ക് കാണിച്ചു തന്ന മാതൃക, അവിടുന്ന് ഇങ്ങോട്ടുള്ള പണ്ഡിതന്മാർ നമുക്ക് കാണിച്ചു തന്ന മാതൃക, അവരിൽ വിദ്യാസമ്പന്നരുണ്ടായിരുന്നു, പണക്കാരുണ്ടായിരുന്നു, പണിക്കാരുണ്ടായിരുന്നു, പല കാറ്റഗറിയിലുള്ള ആളുകൾ ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാവരുടെയും ലക്ഷ്യം ഒന്നായിരുന്നു, അത് സ്വർഗമാണ്. അതുകൊണ്ട് തന്നെ സ്വർഗം ആഗ്രഹിക്കുന്ന ഒരു വിശ്വാസി അയാൾ 4 കാര്യം നിർബന്ധമായിട്ടും ചെയ്യണമെന്ന് ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ നമ്മളെ പഠിപ്പിക്കുകയാണ്. 1, ഈ ദീനിനെ കുറിച്ചുള്ള വിജ്ഞാനം കരസ്ഥമാക്കുക എന്നുള്ളതാണ്. ത്വലബുൽ ഇൽമി ഫരീദത്തുൻ അലാ കുല്ലി മുസ്ലിം വ മുസ്ലിമ. ഓരോ മുസ്ലിമായ ആണിനും പെണ്ണിനും നിർബന്ധമാണ് അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള ഖുർആനിനെയും അതിന്റെ പ്രായോഗിക വിശദീകരണമായ സുന്നത്തിനെയും കുറിച്ച് പഠിക്കുക എന്നുള്ളത്. നമ്മൾ ഒരുപാട് തലങ്ങളെക്കുറിച്ച് പഠിച്ചവരാണ്. നാം പ്രയോഗിക്കുന്ന ടേംസ് ഒക്കെ ഒരുപക്ഷെ നമ്മുടെ അതേ കാറ്റഗറിയിലോ അല്ലെങ്കിൽ അതിനേക്കാൾ മീതെയുള്ളവർക്ക് മാത്രമേ മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. അത്രയും വലിയ വലിയ തലങ്ങളെ പഠിച്ചവരും ബൃഹത്തായ ഗ്രന്ഥങ്ങൾ മനഃപ്പാഠമാക്കി ഭാരിച്ച എക്സാമുകൾ എഴുതി യോഗ്യതകൾ നേടിയെടുത്തവരുമാണ് നമ്മൾ. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്രി ഫഹൽ മിൻ മുദ്ദക്കിർ, ഈ ഖുർആനിനെ ഞാൻ നിങ്ങൾക്ക് എളുപ്പമാക്കിയിരിക്കുന്നു, ഈ ഖുർആനിനെ കുറിച്ച് ചിന്തിക്കാൻ ആരുണ്ട് എന്ന് ചോദിച്ച ആ ചോദ്യത്തിന് ഞാനുണ്ടെന്ന് മറുപടി പറയാൻ എത്ര പേർക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് അല്ലെ. ഞാൻ സദസ്സിലിരിക്കുമ്പോൾ ഡോക്ടർ എന്നോട് പറയുണ്ടായി, ഞാൻ ഖുർആൻ മനഃപ്പാഠമാക്കുന്നുണ്ട്, ഞാൻ പഠിക്കുന്നുണ്ട്, തഫ്സീർ പഠിക്കുന്നുണ്ട്, തജ്വീദ് പഠിക്കുന്നുണ്ട് എന്നൊക്കെ. ഭയങ്കര സന്തോഷം തോന്നി. കാരണം ഒരുപാട് തിരക്കുകളുള്ളവരാണ് ഡോക്ടർമാർ എന്നാണ് പറയാറുള്ളത്. എന്നാൽ അവരിൽ ഇൽമ പഠിക്കുന്നവരുണ്ട്, ഇൽമ പ്രബോധനം നിർവഹിക്കുന്നവരുണ്ട്, പഠിപ്പിക്കുന്നവരുണ്ട്, ദീനീ സംരംഭങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നവരുണ്ട്, ദീനീ സ്ഥാപനങ്ങളെ പടുത്തുയർത്തി കൈകാര്യം ചെയ്യുന്നവരുണ്ട്. ഭാരിച്ച ഇസ്ലാമിക പ്രബോധന കൂട്ടായ്മയുടെ ഏറ്റവും തലപ്പത്ത് നിന്ന് ഗൈഡ് ചെയ്യുന്ന തിരക്ക് പിടിച്ച ധാരാളം ആളുകളുണ്ട്. എങ്ങനെ അവർക്ക് സാധിക്കുന്നു എന്ന് ചോദിച്ചാൽ അറിവിനപ്പുറമുള്ള തിരിച്ചറിവാണ് ഏറ്റവും പ്രധാനം. നാം എന്തിനിവിടെ വന്നു എന്ന ചോദ്യവും നാം എവിടേക്ക് പോകുന്നു എന്ന ചോദ്യവും അതിനിടക്ക് നാം എന്തു ചെയ്യണം എന്ന ചിന്തയും ഏറ്റവും പ്രസക്തമാണ്. നാം നമ്മുടെ ആലോചന പ്രകാരം വന്നതല്ല, മറിച്ച് പടച്ച റബ്ബ് നമുക്ക് ജീവൻ നൽകി എല്ലാ സംവിധാനങ്ങളും സൗകര്യങ്ങളും നൽകി ഈ ദുനിയാവിലേക്ക് നമ്മളെ പറഞ്ഞയച്ചതാണ്. എന്തിനാണ്? ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, ആരാണ് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് എന്ന പരീക്ഷയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. പ്രൊഫഷൻ നമ്മുടെ ബൗദ്ധികമായ ഒരു മാർഗമാണ്, കുടുംബം ഒരു മാർഗമാണ്, വീടും സൗകര്യങ്ങളും സംവിധാനങ്ങളും വാഹനങ്ങളും സമ്പത്തും പണവും ഒക്കെ ഒരു മാർഗമാണ്. ലക്ഷ്യം അത് സ്വർഗമാണ്. ആ സ്വർഗമാകുന്ന ലക്ഷ്യം നേടിയെടുക്കാനാണ് പടച്ചോ നമ്മളെ ഇങ്ങോട്ട് വിട്ടിരിക്കുന്നത്. ഇവിടുത്തെ കാലഘട്ടം കഴിഞ്ഞാൽ പിന്നീട് പോകാനുള്ളത് ഒരു ശൂന്യതയിലേക്കല്ല, ഒരു ഇല്ലായ്മയിലേക്കല്ല.
മറിച്ച് യഥാർത്ഥ ലോകത്തിന്റെ ഡോറ് നമ്മുടെ മുമ്പിൽ തുറക്കപ്പെടുകയാണ്. 200 കൊല്ലമാണ് ഒരാളെ കോടതി തടവിന് ശിക്ഷയ്ക്ക് വിധിച്ചത്. 200 കൊല്ലം വിധിച്ചിട്ട് എന്താണ് കാര്യം? അയാൾ 200 കൊല്ലം പോയിട്ട് അയാൾ ഇനി 10 കൊല്ലം പോലും ജീവിക്കുമെന്ന് ഒരു ഉറപ്പുമില്ലാത്ത ഒരു വ്യക്തിക്ക് നേരെയാണ് 200 കൊല്ലം ജയിൽ ശിക്ഷ വിധിച്ചിരിക്കുന്നത്. അത്രയും അശക്തമാണ് നമ്മുടെ കൈകളിലുള്ള നിയമങ്ങളും ഭൗതികമായിട്ടുള്ള ശിക്ഷാ മുറകളും എന്ന് പറയുന്നത്. അതുകൊണ്ട് നീതി നടപ്പിലാക്കുന്ന ഒരു ലോകത്തേക്കുള്ള യാത്രയുടെ മധ്യയാണ് നമ്മൾ എല്ലാവരും ഉള്ളത്. ഇന്നക കാദിഹുൻ ഇലാ റബ്ബിക കദ്ഹൻ ഫമുലാഖി. നിങ്ങളൊക്കെ നിങ്ങളുടെ റബ്ബിലേക്കുള്ള കുതിപ്പിലാണ്, അധ്വാനത്തിലാണ്. ഫമുലാഖി, ഞൊടിയിടയിൽ നിങ്ങൾ അവനുമായി കണ്ടുമുട്ടുക തന്നെ ചെയ്യുമെന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഇൻഷിഖാഖിലൂടെ പടച്ചറബ്ബ് നമ്മളെ ബോധ്യപ്പെടുത്തുമ്പോൾ പോകാനുള്ളത് പടച്ചറബ്ബിന്റെ അടുക്കലേക്കാണ്. അവിടെ നമുക്ക് കർമ്മങ്ങളല്ല, അവിടെ നമുക്ക് ഹിസാബാണ്. നാം ഈ ചെയ്തു കൂട്ടിയ പ്രവർത്തനങ്ങളുടെ ജസാ, റിസൾട്ട്, ഗുണമെങ്കിൽ ഗുണം, ദോഷമെങ്കിൽ ദോഷം, അത് വാങ്ങാനുള്ള ഒരു ലോകം നമ്മുടെ മുമ്പിൽ വിശാലമാണ്. ഏത് സാധാരണക്കാരനും വലിയ ഗവേഷണമോ വലിയ ചിന്താ പവറോ അല്ലെങ്കിൽ ആവിഷ്കാരത്തിനുള്ള ചിന്തകൾ, ആലോചനകൾക്കുള്ള ശേഷിയൊന്നുമില്ലാത്ത ഏത് പച്ച മനുഷ്യനും മനസ്സിലാക്കാവുന്ന ഒരു എക്സാമ്പിൾ ആണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഭൂമിയുടെ 70% സമുദ്രജലം, അതിൽ വിരല് മുക്കി മുകളിലേക്കെടുത്താൽ അതിന്റെ അഗ്രഭാഗത്ത് ബാക്കി നിൽക്കുന്ന ജലഗണങ്ങൾ എത്രയുണ്ടോ അതാണ് ദുനിയാവിലെ നിങ്ങളുടെ ആയുസ് എന്ന് പറഞ്ഞ്. ഇവിടുത്തെ നമ്മുടെ ആരോഗ്യം, സമ്പത്ത്, മക്കൾ, സൗകര്യം, സംവിധാനം, നാം ഏറ്റവും അധികം ടെൻഷൻ അടിക്കുന്ന, നാം ഏറ്റവും അധികം സമയം ചെലവഴിക്കുന്ന, നാം ഏറ്റവും അധികം ആലോചനകളിൽ മുഴുകുന്ന ഏതൊരു കാര്യമാണോ ആ ദുനിയാവ് ആയുസ്സിലെ ഒരു തുള്ളി മാത്രമാണ്. ബാക്കി പരന്നു കിടക്കുന്ന സാഗരത്തിലെ സമുദ്രജലം എത്രയുണ്ടോ അത്രയും അധികം നമുക്ക് മരണത്തോടുകൂടെ ജീവിക്കാനുണ്ട് എന്ന് പറയുമ്പോൾ ആ ഒരു തിരിച്ചറിവാണ് ഏത് ഷെഡ്യൂളിലും ഒരാൾക്ക് ദീനിന്റെ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു മനസ്സും കരുത്തും പ്രദാനം ചെയ്യുന്നത്. മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ ഓർമ്മപ്പെടുത്തിയ ഒന്നാമത്തെ കാര്യം നമ്മൾ ഇൽമ് പഠിക്കുക എന്നുള്ളതാണ്. സുഹൃത്തുക്കളെ, ജീവിതം എന്തിനാണ്? വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അള്ളാഹുവിനെ ആരാധിക്കാനാണ് പടച്ചോൻ നമ്മളെ ഇങ്ങോട്ട് വിട്ടിരിക്കുന്നത്. അള്ളാഹിനെ ആരാധിക്കുക എന്നുള്ളതാണ് അൾട്ടിമേറ്റ് പർപ്പസ് എന്ന് പറയുന്നത്. ആ അൾട്ടിമേറ്റ് പർപ്പസ് പൂർത്തീകരിക്കണമെങ്കിൽ എങ്ങനെ പടച്ച റബ്ബിനെ ആരാധിക്കണം, എങ്ങനെ ആരാധിച്ചുകൂടാ എന്ന കാര്യം പഠിക്കണം, വേണ്ടേ? അള്ളാഹുവിനെ ആരാധിക്കാനാണ് ജീവിതമെങ്കിൽ എങ്ങനെയാണ് എൻ്റെ റബ്ബിനെ ആരാധിക്കേണ്ടത് എന്ന് പഠിക്കൽ നിർബന്ധമല്ലേ? പഠിക്കാതെ ഒരാൾ ആരാധന നിർവഹിച്ചാൽ എന്ത് സംഭവിക്കും? 3 തവണ നിസ്കരിച്ചിട്ടും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളോട് പറഞ്ഞു, ഇർജിഅ ഫസല്ലി ഫഇന്നക ലം തുസല്ലി. നീ പോ, നിസ്കരിക്ക്, നീ നിസ്കരിച്ചിട്ടില്ല. എന്ത് കാരണം? എങ്ങനെയാണ് നിസ്കരിക്കേണ്ടതെന്ന് കൃത്യമായിട്ട് അയാൾക്ക് അറിയില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, താങ്കൾ നിസ്കരിക്കാൻ നിന്നാൽ അവധാനതയോടെ, തുമഇനീനത്തോടെ നിൽക്കണം. താങ്കൾക്ക് വേഗത കൂടുതലാണ്. അപ്പൊ എങ്ങനെ നിസ്കരിക്കണമെന്നറിയണം, എങ്ങനെ ആരാധിക്കണമെന്നറിയണം, എങ്ങനെ സക്കാത്ത് കൊടുക്കണം, നോമ്പ് നോൽക്കണം, ഹജ്ജ് നിർവഹിക്കണം എന്നറിയണം. അതിന്റെ ഉസൂലുകളെ കുറിച്ചും ഷുറൂത്തുകളെ കുറിച്ചും റുക്നുകളെ കുറിച്ചും വാജിബുകളെ കുറിച്ചും സുനനുകളെ കുറിച്ചും അതിന്റെ മുബ്തിലാത്തുകളെ കുറിച്ചൊക്കെ നമുക്ക് അറിയണം. അപ്പോൾ പണ്ഡിതന്മാർ പറയുന്ന ജീവിതത്തിന്റെ ലക്ഷ്യം അള്ളാഹിനെ ആരാധിക്കലാണെങ്കിൽ എങ്ങനെ ആരാധിക്കണമെന്ന് പഠിക്കാത്ത ഒരുത്തിന് പടച്ചവനെ ആരാധിക്കാൻ കഴിയില്ലെങ്കിൽ ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അള്ളാഹിന്റെ ദീന് പഠിക്കൽ തന്നെയാണെന്ന് പറഞ്ഞത്. മനസ്സിലായില്ലേ? ദീന് പഠിക്കൽ തന്നെയാണ്. ഇൽമിന്റെ സക്കാത്ത് അമലാണ്. പണത്തിന്റെ സക്കാത്ത് പണമാണെങ്കിൽ ഇൽമിന്റെ സക്കാത്ത് അമലാണ്. ഇൽമ് കരസ്ഥമാക്കി അതുകൊണ്ട് അമല് ചെയ്യാന്നുള്ളതാണ് രണ്ടാമത്തെ ബാധ്യത. അൽ അമലു ബിഹി, നാം പഠിച്ച ഇൽമ് കൊണ്ട് നമ്മൾ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ഔസാനി ഖലീലി ബിസലാത്തിൻ, എന്റെ സഹോദരൻ, എന്റെ കൂട്ടുകാരൻ എനിക്ക് 3 കാര്യങ്ങൾ ഉപദേശിച്ചു തന്നു. ലം അദഅഹുന്ന ഹത്താ അമൂത്ത്, ഞാൻ മരിക്കുവോളം ആ ഉപദേശം ഒരിക്കലും ഒഴിവാക്കുകയില്ല എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവും അബൂ ദർദ റളിയല്ലാഹു അൻഹുവും ഒരേ പദപ്രയോഗത്തിൽ ഹദീസ് വന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇൽമ് പഠിക്കുന്നത് അതുകൊണ്ട് യോഗ്യത നേടാനും അതുകൊണ്ട് അറിയപ്പെടാനുമല്ല. മനസ്സിലായില്ലേ? വിവരമില്ലാത്ത ആളുകൾക്കിടയിൽ ഒരു ആലിമായി ചമയാനല്ല, പണ്ഡിതന്മാരുടെ കൂടെ ഇടം പിടിക്കാനല്ല. പിന്നെ എന്തിനാണ് നമ്മുടെ ജീവിതം അതിനനുസരിച്ച് ഫ്രെയിം ചെയ്യാൻ വേണ്ടി, അതിനനുസരിച്ച് ചിട്ടപ്പെടുത്താൻ വേണ്ടിയാണ്. അപ്പോൾ ഇൽമാണോ ഒന്നാമത്തെ ബാധ്യത, രണ്ടാമത്തെ ബാധ്യത അമലു ബിഹിയാണ്, മൂന്നാമത്തെ ബാധ്യത അദ്ദഅവതു ഇലൈഹി എന്നാണ്. അതിലേക്ക് നമ്മൾ അള്ളാഹുവിന്റെ ദീനിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുക. സുഹൃത്തുക്കളെ, ഒരുപാട് കഷ്ടപ്പെട്ട് മക്കളെ പോറ്റി വളർത്തി അവരൊന്നിനും മാത്രം പ്രായമാകുമ്പോൾ അവർ മാതാപിതാക്കളെ ഉപേക്ഷിച്ച് പോവാണ്.
എന്നെ അവർ സ്നേഹിക്കുന്നില്ല, ഞാൻ ഇന്നയാളുടെ കൂടെ പോവാണ്, മതം തന്നെ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോവാണ്. എന്താണ് കാരണം? ഭക്ഷണം കൊടുത്തു, വസ്ത്രം കൊടുത്തു, വീട് കൊടുത്തു, സൗകര്യങ്ങൾ കൊടുത്തു, സംവിധാനങ്ങൾ കൊടുത്തു, എനിക്കൊന്നും ജീവിതത്തിൽ ഒന്നും കിട്ടിയിട്ടില്ല, അതുകൊണ്ട് എൻ്റെ മക്കൾക്ക് ഈ ഗതി ഉണ്ടാവരുതെന്ന് വിചാരിച്ചിട്ട് എല്ലാം അവർക്ക് കൊടുത്തു. ചോദിച്ചത് കൊടുത്തു, ചോദിക്കാത്തത് കൊടുത്തു, ചോദിച്ചതിൽ കൂടുതൽ കൊടുത്തു, ചോദിക്കും മുമ്പ് നമ്മൾ കൊടുത്തു, എല്ലാം നമ്മൾ കൊടുത്തു. പക്ഷെ എന്നിട്ടും എന്തേ നമ്മുടെ മക്കൾ പലപ്പോഴും വഴിതെറ്റിപ്പോകുന്നത്? അവർ കാണുന്നത്, അവർ ജീവിക്കുന്നത്, അവരുടെ മുന്നിൽ ചിത്രീകരിക്കപ്പെടുന്നത്, അവരുടെ തലച്ചോറിലേക്ക് കുത്തി നിറക്കപ്പെടുന്നത് ഈ ലിബറലിസവും, ഈ ഒരു നിന്റെ ജീവിതം, നിന്റെ സ്വാതന്ത്ര്യം, നിന്റെ സുഖം, നിന്റെ താല്പര്യം, നിന്റെ ഇഷ്ടം, നിനക്ക് ആരോടും നന്ദി വേണ്ട, ആരോടും കമ്മിറ്റ്മെന്റ് വേണ്ട, ആരോടും നിനക്ക് ബാധ്യതയില്ല, മതം എന്ന് പറയുന്നത് ഇല്ലാത്തതാണ്, മനുഷ്യന്മാർ നിർമ്മിച്ചതാണ് എന്നൊക്കെയുള്ള ഒരുപാട് അന്ധമായ ധാരണകൾ, മലിനമായിട്ടുള്ള ചിന്തകൾ നമ്മുടെ കുട്ടികളുടെ തലച്ചോറിലേക്കും അടിച്ചു കയറ്റപ്പെടുന്നുണ്ട്. അവർ പഠിക്കുന്ന ക്യാമ്പസിൽ നിന്ന് അവർക്ക് കിട്ടുന്നുണ്ട്, അവർ വാച്ച് ചെയ്യുന്ന സോഷ്യൽ മീഡിയയിൽ അവർക്ക് കിട്ടുന്നുണ്ട്, ഈവൻ അവർ കളിക്കുന്ന ഗെയിമുകളിലൂടെ പോലും ഈ ഒരു സംഗതികൾ കടന്നു വരുന്നുണ്ട്. പിന്നെയോ അധ്യാപകർക്കോ പ്രബോധകന്മാർക്കോ ഒരാൾക്കും തിരുത്താൻ പറ്റാത്ത വിധത്തിൽ തെറ്റുകൾ ഓരോരുത്തരുടെയും സ്വതന്ത്രമായി ഇവിടെ ഓരോരുത്തർക്കുമുള്ള സ്വതന്ത്രമായിട്ട് സ്ഥാപിക്കപ്പെട്ടിരിക്കുകയാണ്. ആരും ആരുടെയും പേഴ്സണൽ സ്പേസിൽ ഇടപെടേണ്ടതില്ല, ആരും തിരുത്താൻ പോകേണ്ടതില്ല എന്നൊരു പൊതു ധാരണ ഇവിടെ വന്നിരിക്കുകയാണ്. ആരെങ്കിലും തിരുത്താൻ പോയാൽ അവർ സദാചാര പോലീസ് ഗുണ്ടകൾ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് അവർക്ക് പ്രത്യേക ചാപ്പകൾ ലഭിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഈ ഭൗതിക സൗകര്യങ്ങളെല്ലാം കൊടുക്കുന്നതിന്റെ കൂടെ മനുഷ്യനെ പടച്ച, മനുഷ്യന്റെ മനസ്സിനെ പടച്ച, ആ മനസ്സിന്റെ അലൈൻമെന്റുകൾ നിശ്ചയിക്കുന്ന വിശുദ്ധ ഖുർആനിനെ ആ ഹൃദയത്തിലേക്ക് ഒഴുക്കി കൊടുക്കുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെയുള്ള ഒരു പാരന്റിന്റെ മോനാണ് ഇപ്പോൾ ഇവിടെ മനോഹരമായിട്ട് ഖുർആൻ ഓതിയത്. അല്ലാഹു ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. ഒരാള് അയാൾക്ക് എത്ര ഭൗതിക വിദ്യാഭ്യാസം ഉണ്ടാകട്ടെ, അയാൾ ഒരു ഇൽമുള്ള വ്യക്തി കൂടെ ആകുമ്പോൾ, ഖുർആനും സുന്നത്തും പഠിച്ചു മനസ്സിലാക്കിയ ഒരാൾ കൂടെ ആകുമ്പോൾ അതിന് വല്ലാത്തൊരു മഹത്വം തന്നെയാണ്. ഇൽമ് അതിന്റെ മഹത്വം നിർണയിക്കുന്നത് ആരെക്കുറിച്ച് എന്തിനെക്കുറിച്ച് പഠിക്കുന്നു എന്ന് നോക്കിയിട്ടാണ്. ദീനി ഇൽമി എപ്പോഴും അത് ഒന്നാം സ്ഥാനത്ത് തന്നെ നിൽക്കാൻ കാരണം, അഷ്റഫുൽ മഅലൂമാത്തായിട്ട് മാറാൻ കാരണം, ആ ദീൻ എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിന്റെ റബ്ബിൻ്റെതാണ്. ആ പ്രപഞ്ചത്തിന്റെ റബ്ബിന് എത്ര മഹത്വമുണ്ടോ അത്ര മഹത്വമുണ്ട് ഖുർആനിന്, അത്ര മഹത്വമുണ്ട് അത് പഠിക്കുന്നതിന്, അത്ര മഹത്വമുണ്ട് അത് പഠിപ്പിക്കുന്നവർക്ക്, അത്ര മഹത്വമുണ്ട് അത് പഠിക്കുന്നവർക്ക്. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. നിങ്ങളിൽ ഏറ്റവും നല്ല അധ്യാപകൻ ഖുർആൻ പഠിപ്പിക്കുന്ന അധ്യാപകൻ. ഹു ഇസ് ദ ബെസ്റ്റ് സ്റ്റുഡന്റ്? അത് ഖുർആൻ പഠിക്കുന്ന സ്റ്റുഡന്റ് ആണ്. ഏറ്റവും ബെസ്റ്റ് സ്റ്റുഡന്റ് ഏതാണ്? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ആ ഖുർആൻ പഠിപ്പിക്കുന്നവർക്ക്, അത് പഠിക്കുന്ന സദസ്സിന്, അതുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും മഹത്വമാണ്. കാരണം എന്താണ്? അത് അള്ളാഹുമായി റിലേറ്റഡ് ആണ്. അതുകൊണ്ട് ആ ഒരു ഇൽമ് കൃത്യമായി പകർന്നു കൊടുത്ത്, ആ ഒരു ഇസ്ലാമിനെ കൃത്യമായി പ്രാക്ടീസ് ചെയ്ത്, ആ ഇസ്ലാമിന്റെ ഓരോ ഭാഗങ്ങളെ നമ്മുടെ കുടുംബം മുതൽക്ക് നമ്മുടെ അയൽവാസികളിലൂടെ, നമ്മുടെ നാടുകളിലൂടെ, നമ്മുടെ സുഹൃത്ത് വലയങ്ങളിലൂടെ, നമ്മളുമായി ബന്ധപ്പെടുന്നവരിലൂടെ ഈ ഇസ്ലാമിന്റെ ആശയങ്ങളെ പരമാവധി പ്രസരിപ്പിക്കുന്നതിലൂടെയാണ് ജീവിതം അടയാളപ്പെടുത്തുന്നത്. അറബിയിൽ ഒരു പുസ്തകമുണ്ട്, ചെറിയ പുസ്തകമാണ്, ഉത്തുറുഖ് അസറൻ ഖബ്ല റഹീൽ എന്നതിന്റെ പേര്. മരിക്കുന്നതിന് മുമ്പ് നീ നിന്നെ അടയാളപ്പെടുത്തുക. നമ്മൾ വീട് ചിലപ്പോൾ നമ്മുടെ അടയാളമായിരിക്കും, പക്ഷെ നമ്മൾ മരിച്ചപ്പോൾ നമ്മുടെ മക്കൾ ആ വീടൊക്കെ പൊളിച്ചിട്ട് വേറെ വീടുണ്ടാക്കും. മേ ബി അവർ ഈ പ്ലോട്ടും ഈ ഒരു സൈറ്റൊക്കെ വിറ്റിട്ട് വേറെ നാട്ടിൽ തന്നെ പോകും. ഒരുപക്ഷെ നമ്മുടെ ഒരു അടയാളവും ബാക്കിയില്ലാത്ത അവസ്ഥ ഉണ്ടാവും, ഇല്ലേ? അപ്പൊ നമ്മുടെ കൊല്ലങ്ങൾക്ക് മുമ്പ് ജീവിച്ച ആൾക്കാരൊക്കെ അവരുപയോഗിച്ച എന്ത് സാധനം അവിടെ ഉള്ളത്? ഒരു കാര്യമില്ല. അവർ താമസിച്ച വീടുകളൊക്കെ പൊളിച്ചുപോയി, മക്കളൊക്കെ സെപ്പറേറ്റ് പോയി. വീട്, ആ തറവാട് ഇങ്ങനെ പഴയതായിട്ട് അവിടെ കുറച്ചു കാലം ഇങ്ങനെ പൊടിയും ചെളിയൊക്കെ പിടിച്ച്, ചെതലൊക്കെ പിടിച്ച് ഒടിഞ്ഞു തൂങ്ങി ഓരോ ഭാഗത്ത് നിന്ന് ഇടിഞ്ഞിടിഞ്ഞ് അവസാനം അത് പൊളിച്ചു മാറ്റാൻ സാഹചര്യം ഉണ്ടായി. നമ്മുടെ പ്രപിതാക്കൾ ജീവിച്ചതിന്റെ എന്ത് അലാമാത്താണ് ഇവിടെ ഉള്ളത്? അതൊക്കെ പോവും. എന്നാൽ ഇൽമുൻ അല്ലമഹു വനശറഹു, പഠിച്ച് ജീവിതത്തിൽ പകർത്തി മറ്റുള്ളവർക്ക് നമ്മൾ പകർന്നു കൊടുക്കുന്ന നോളജ്, അത് നമ്മുടെ ആസാറാണ് എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് പടച്ചോൻ നമ്മളെ ഏൽപ്പിച്ച ബാധ്യതയാണ്. സൂറത്തു തഹ്രീമിന്റെ 6-ാമത്തെ ആയത്ത്, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ, നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം.
അല്ലെ, വിശക്കുന്നു എന്ന് മക്കൾ പറയുമ്പോൾ അവർക്ക് സങ്കടം, അവർക്ക് ഭക്ഷണം കൊടുക്കും. കുട്ടി ഭക്ഷണം കഴിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ വല്ലാണ്ട് ബുദ്ധിമുട്ടും. ഭക്ഷണം കഴിക്കണില്ല അല്ലെ, അതിനുവേണ്ടി ചീത്ത പറയും, ചിലപ്പോൾ അടിക്കും. എന്തേ, ഭക്ഷണം കഴിച്ചില്ല എന്താ പ്രശ്നം? നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അവൻ ഭക്ഷണം കഴിച്ചില്ല. എന്ന സുബഹിന്റെ സമയത്ത് നമ്മൾ അലാറം വെച്ചെണീറ്റ് നിസ്കരിക്കാൻ പോകുമ്പോൾ നമ്മുടെ മകനും നമ്മുടെ മകളും നമ്മുടെ ഭാര്യയും അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കളും കൂർക്കം വലിച്ചുറങ്ങുകയാണെങ്കിൽ ആരും എണീക്കേണ്ടെന്ന് കരുതി നമ്മൾ ശാന്തമായി പതിയെ എണീറ്റ് ഒതുവെടുത്ത് വാതിൽ പതിയെ അടച്ച് പള്ളിയിലേക്ക് പോകുമ്പോൾ എവിടെയാണ് ആ സ്നേഹം? വിശക്കുന്ന കുഞ്ഞിന്റെ വിശപ്പിന്റെ പ്രയാസം നമ്മെ എഫക്ട് ചെയ്തെങ്കിൽ, അവന് പൊള്ളലേറ്റു, അവന് വീണിട്ട് കാലൊടിഞ്ഞു, കൈയൊടിഞ്ഞു എന്ന് പറയുമ്പോൾ നമ്മുടെ കണ്ണ് നിറയുന്നെങ്കിൽ, ഒരു അപകടത്തിൽപ്പെട്ടു എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ഉള്ളിലൂടെ എന്തോ ഒന്ന് പായുന്നുവെങ്കിൽ, അല്ലെ, നാളെ നരകത്തിലേക്ക് എറിയപ്പെടാൻ പോകുന്ന വലിയ കുറ്റകൃത്യങ്ങൾ ജീവിതത്തിൽ കൊണ്ടു നടക്കുന്ന ഒരു കുട്ടിയുടെ കാര്യത്തിൽ, കുടുംബാംഗങ്ങളുടെ കാര്യത്തിൽ, നമ്മുടെ കാര്യത്തിൽ നമുക്ക് എത്രത്തോളം ജാഗ്രതയുണ്ട്? അവിടെയാണ് ദഅവത്ത് എന്നത് റെലവന്റ് ആകുന്നത്. പിതാക്കന്മാർ കുടുംബത്തിന്റെ ഭരണാധികാരികളാണ്. തന്റെ കീഴിൽ ജീവിക്കുന്ന മക്കളുടെ, ഇണകളുടെ, മാതാപിതാക്കളുടെ ജീവിതവും രീതിയും രൂപവും അവരുടെ വേഷവും ബന്ധങ്ങളും ക്രയവിക്രയങ്ങളും അതിനെക്കുറിച്ച് അവരോട് ചോദ്യമുള്ളതുപോലെ നമ്മളോടും ചോദ്യമുണ്ട്. കാരണം ആ റെസ്പോൺസിബിലിറ്റിയാണ് നിക്കാഹിലൂടെ നമ്മൾ ഏറ്റെടുത്തത്. ഭാര്യയുടെ പിതാവിന്റെ കൈയും പിടിച്ച് നമ്മൾ ഏറ്റെടുത്ത ഉത്തരവാദിത്വം, അവളുടെ ഭൗതിക മതപരമായ മുഴുവൻ സംരക്ഷണവും ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു എന്നാണ്. അതിലൂടെ ഉണ്ടാകുന്ന മക്കളുടെ, അതുകൊണ്ട് സ്വന്തം കുടുംബത്തിന്റെ ദീനീയായിട്ടുള്ള കാര്യങ്ങളിൽ നമുക്ക് ശ്രദ്ധ ചെലുത്താതെ പോകാൻ കഴിയില്ല. അവരോട് അല്പനേരം ഇരിക്കാനും സംസാരിക്കാനും, അവരെന്ത് നുകരുന്നു, എന്ത് പകരുന്നു, എന്തെല്ലാം കേൾക്കുന്നു, എന്തെല്ലാം അവരുടെ ഇന്നറിലേക്ക് പല മെസ്സേജുകളായിട്ട് പോകുന്നുണ്ട് എന്നൊക്കെ അറിയണമെങ്കിൽ കുറച്ചു നേരം ശാന്തമായി കുടുംബത്തോടൊപ്പം ഇരിക്കണം. ഭയങ്കര തിരക്ക് എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാർ കുറച്ച് കഴിഞ്ഞാൽ ലീവ് എടുക്കേണ്ടി വരും. എന്തിന്? ഒന്നിനും മാത്രം പ്രായമാകുമ്പോൾ കുട്ടികളൊക്കെ പലരുമായിട്ട് പലതരത്തിലുള്ള റിലേഷൻ സ്റ്റാർട്ട് ചെയ്യും, അല്ലേ? ഒരു പ്രായമെത്തുമ്പോൾ ഡ്രഗ്സിലേക്ക് പോകും, സെക്ഷൽ ഡിസോർഡറിലേക്ക് പോകും, പലതരത്തിലുള്ള റിലേഷൻഷിപ്പിലേക്ക് പോകും. അപ്പോൾ എല്ലാ തിരക്കും മാറ്റിവെച്ച്, അല്ലെ, കോടികൾ കടം വന്നിട്ടും കണ്ണു നിറയാത്ത വ്യക്തി സ്വന്തം മക്കളുടെ കാര്യം ആലോചിച്ച് കരഞ്ഞ് തളർന്നു വീഴുന്ന സാഹചര്യം ഉണ്ടാവും. അപ്പോൾ ഇപ്പോൾ തന്നെ നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് നമ്മൾ സമയം കണ്ടെത്തണം. ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ചേർന്ന് ആ ചുമതല നിർവഹിക്കുക. ഭർത്താവും ഭാര്യയും കുടുംബത്തിന്റെ ചുമതലയുള്ളവരാണ്. രണ്ടുപേരും ഒരുമിച്ച് കൂടിയിരുന്ന് ചർച്ച ചെയ്ത് നമ്മുടെ മക്കളുടെ ധാർമ്മിക അന്തരീക്ഷം, നമ്മുടെ കുടുംബത്തിന്റെ ധാർമ്മിക അന്തരീക്ഷം, നമ്മുടെ ദീനിയായ പഠനം, ദീനിയായ പ്രവർത്തനം, നമ്മുടെ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ അത് ചർച്ച ചെയ്യണം. വെറും വീടും ബിസിനസ്സും മറ്റു തിരക്കുകളും മറ്റു കാര്യങ്ങളും മാത്രമല്ല നമ്മുടെ ബെഡ്റൂമിലെ ചർച്ചാ വിഷയങ്ങൾ എന്ന് പറയുന്നത്. നമ്മുടെ ദീനിന്റെ, നമ്മുടെ പരലോകത്തിന്റെ കാര്യം കൂടെ അവിടെ ചർച്ചയാകണം. എന്താ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? ഈ ദുനിയാവിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ലത് ഭൗതികമായ നേട്ടം എന്ന് പറയുന്നത് മർഅത്തുൻ സാലിഹ, നല്ല ദീനുള്ളൊരു പെണ്ണാണ്. തുഈനുഹാ ബിഅംറിൽ ആഖിറ, ആഖിറത്തിന്റെ കാര്യത്തിൽ അവൾ നിന്നെ സഹായിക്കും. ഒരു പെണ്ണിന് ഈ ദുനിയാവിൽ കിട്ടാനുള്ള ഏറ്റവും നല്ല വിഭവം എന്ന് പറയുന്നത് സൽസ്വഭാവമുള്ള ഒരു ഇണയാണ്. ആ പെണ്ണിനെ അവൻ സ്വർഗത്തിലേക്ക് എത്തിക്കും. അതിൽ നിന്നുണ്ടാകുന്ന മക്കളെ അയാൾ സ്വർഗത്തിലേക്ക് എത്തിക്കും. സ്വർഗത്തിലേക്ക് ഒരുമിച്ച് പോകാനുള്ള പണിയാണ് നമ്മൾ എടുക്കേണ്ടത്. അത് എങ്ങനെ സാധ്യമാകും? പ്രവാചകന്മാർ എന്ത് ചെയ്തു? വകാന യഅ്മുറു അഹ്ലഹു ബിസ്സലാത്തി വസ്സകാത്ത്. പ്രവാചകന്മാർ സ്വന്തം കുടുംബത്തോട് നിസ്കരിക്കാൻ കൽപ്പിക്കും, സക്കാത്ത് കൊടുക്കാൻ കൽപ്പിക്കും, നോമ്പ് നോൽക്കാൻ കൽപ്പിക്കും. വഅ്മുർ അഹ്ലക ബിസ്സലാത്ത് വസ്തബിർ അലൈഹ. അല്ലാഹുവിന്റെ റസൂലെ, താങ്കളുടെ കുടുംബത്തോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം. വസ്തബിർ അലൈഹ, സബ്റിന്റെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് പൊസിഷനാണ് ഇസ്തിബാർ എന്ന് പറയുന്നത്. ഫസ്തബിർ അലൈഹ എന്ന് പറഞ്ഞാൽ ഒരുപാട് തരത്തിലുള്ള പ്രയാസങ്ങളും ഡിസ്ട്രാക്ഷൻസും ഡിസ്റ്റർബൻസും ഒക്കെ ആ ഒരു രംഗത്ത് ഉണ്ടാവുമെങ്കിലും എല്ലാറ്റിനെയും തരണം ചെയ്ത് മനക്കരുത്താർജിച്ച് നിസ്കാരം, കുടുംബത്തിന്റെ നിസ്കാരം അത് കൃത്യമായി ഓർഡർ ആക്കാൻ വേണ്ടി നീ നല്ലോണം പണിയെടുക്കണം. ചിലപ്പോൾ നമ്മളിങ്ങനെ ഇരുന്നിട്ട് പറയാം, നമ്മളെ നിസ്കാരം ക്ലാസ് കേട്ടില്ല, നമ്മളെ നിസ്കാരമൊക്കെ നമുക്ക് റെഡിയാക്കാം ഇൻഷാ അല്ലാഹ്, അല്ലെ? അന്ന് ഒരു റെഡിയാലുണ്ടാവും, 2 ദിവസം കഴിയുമ്പോൾ അല്ല പിറ്റത്തെ ദിവസം തന്നെ അതൊക്കെ ആകെ ഡിസോർഡർ ആവും.
നമുക്ക് പറഞ്ഞ പോലെ ഇനി ഖുർആൻ ഒന്ന് പഠിക്കണം, നമുക്ക് ഒരുമിച്ചിരുന്ന് അമാനി തഫ്സീർ ഒന്ന് വായിച്ചു തുടങ്ങിയാലോ? തുടങ്ങാം. ആദ്യം ഞാൻ വായിക്കാൻ പറ്റിയ നിങ്ങൾ വായിച്ചോളൂ അല്ലെ? ഭയങ്കര ചർച്ച ചെയ്യാറ്, പക്ഷെ അത് കണ്ടിന്യൂ ആയിട്ട് പോകില്ല. അവിടെയാണ് നമ്മളോട് അതിയായി ക്ഷമിക്കാൻ പറഞ്ഞത്. ഇതിലേക്കൊക്കെ ശ്രദ്ധ തിരിക്കാൻ നമുക്ക് പറ്റൂല. കാരണം ഒരുപാട് സംഗതികൾ ചെയ്യാണ്ട്, ബാധ്യതകളുണ്ട്. അവിടെയാണ് അടുത്ത വചനം, ഖുർആന്റെ അടുത്ത വാക്ക് എന്താണ്? ലാ നസ്അലുക റിസ്ഖൻ നഹ്നു നർസുഖുക. നിന്റെയും നിന്റെ കുടുംബത്തിന്റെയും റിസ്ഖ് ഓർത്ത് നീ വിഷമിക്കണ്ട. നിനക്കും നിന്റെ കുടുംബത്തിലുള്ള റിസ്ഖ് ഞാൻ തരും. നിങ്ങളുടെ ഇബാദത്ത് ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ ഏത് ജോലി തിരക്കിനിടയിലും നമ്മൾ നമ്മുടെയും നമ്മുടെ കുടുംബത്തിന്റെയും ദീനീയായ വശങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ, നമ്മുടെ റിസ്ഖ് പടച്ചോണ്ട് തരും. സുഹൃത്തുക്കളെ, ഒരിക്കലും നമ്മൾ ആലോചിച്ച് വിഷമിക്കാൻ പാടില്ലാത്ത രണ്ട് സാധനമാണ്. ഒന്ന് നമ്മുടെ മരണം, രണ്ട് നമ്മളെ ബാധിക്കാനുള്ള ഫഖർ, ദാരിദ്ര്യം. എന്നാൽ ഇത് രണ്ടും നമുക്ക് ഭയങ്കര പേടിയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ, നമുക്ക് പടച്ച റബ്ബ് നിശ്ചയിച്ച ഒരു ടൈം, ആ ടൈം ഷുവർലി നമ്മൾ പൂർണ്ണമായിട്ടും ആസ്വദിക്കും. മനസ്സിലായി? അതിൽ ലെവലേശം പോലും നമുക്ക് മിസ്സാവില്ല. നമുക്ക് അള്ള എന്താണോ എഴുതിയത് ആ ആയുസ് പൂർണ്ണമായിട്ട് നമുക്ക് കിട്ടും. നമ്മളത് തേച്ചും എന്ത് ചെയ്യും? അനുഭവിക്കും. രണ്ടാമത്തെ സാധനം എന്താ? നിങ്ങൾ നമുക്ക് പടച്ച റബ്ബ് എഴുതിയ റിസ്ഖ് എന്താണോ ആ റിസ്ഖ് നമ്മിലേക്ക് തന്നെ വരും. ഒരു പേടിയും പേടിക്കണ്ട. അത് അള്ളാന്റെ വാക്കാണ്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ഓർത്ത് ആലോചിക്കണ്ട. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു പറഞ്ഞത്, താങ്കൾ റിസ്ഖ് ഓർത്ത് വിഷമിക്കണ്ട. വഅ്മുർ അഹ്ലക ബിസ്സലാം. നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തോട് നിസ്കാരത്തിന്റെ കാര്യം കൽപ്പിക്കൂ. എല്ലാ പ്രവാചകന്മാരും സ്വന്തം കുടുംബത്തോട് കൽപ്പിച്ചു അല്ലേ? ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം, യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ് ഇന്ന ശിർക ലദുൽമുൻ അദീം. അള്ളാഹിനെ കുറിച്ച് പറഞ്ഞ്, ഷിർക്കിനെ കുറിച്ച് പറഞ്ഞ് കുട്ടിയെ തൗഹീദും ശിർക്കും എന്താണെന്ന് പഠിപ്പിച്ചു കൊടുത്ത് വിശ്വാസം റെഡിയാക്കി. പ്രവാചകന്മാർ ആദ്യം ക്ഷണിക്കുന്നത് അല്ലെ, യാ ബുനയ്യ ഇർകബ് മഅനാ. നൂഹ് നബിയുടെ വിളിയാണ്, മോനെ ഈ കപ്പലിൽ കയറ് മോനെ. ആ വിളി അല്ലെ, നജാത്തിന്റെ വിജയത്തിന്റെ കപ്പൽ. ആ വിജയത്തിന്റെ കപ്പലാകുന്ന നൂഹ് നബിയുടെ കപ്പലിലേക്കാണ് അന്ന് ക്ഷണിച്ചതെങ്കിൽ പണ്ഡിതന്മാർ പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് എന്ന് പറയുന്നത് സഫീനത്തു നൂഹിൻ, നൂഹ് നബിയുടെ കപ്പലാണ്. ഫമൻ റകിബഹാ നജാ. ആരാണോ അതിൽ കയറിയത് അവർ വിജയിച്ചു, ആരാണോ അതിൽ നിന്ന് കയറാതെ മാറി നിന്നത് അവർ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഖുർആനിലേക്കും സുന്നത്തിലേക്കും നമ്മുടെ കുടുംബത്തെ നമ്മൾ ക്ഷണിക്കാന്നുള്ളത്. അപ്പൊ ആ കുടുംബം നമുക്കൊരു അസറ്റായിട്ട് മാറും. എന്ത് അസറ്റ്? പലപ്പോഴും നമ്മളല്ലാത്ത ആൾക്കാരൊക്കെ വിചാരിക്കുന്നത് അറിയോ, ലക്ഷങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് കുട്ടികളെ പഠിപ്പിച്ചിട്ട് അവർ വലിയൊരു പൊസിഷനിൽ എത്തിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഒരു പെർസെൻറ്റേജ് തങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുമാനം അവർ പ്രതീക്ഷിക്കുന്നു. നമ്മൾ എടങ്ങേറായി ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് ഉറക്കം വഹിച്ച് കാശ് ഇൻവെസ്റ്റ് ചെയ്ത് ഈ മക്കളെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നത് എന്തിനാണ്? അവരിൽ നിന്ന് വല്ലതും പണം ഏൺ ചെയ്യാൻ വേണ്ടിയല്ല, മറിച്ച് ആ മക്കൾ നമുക്കൊരു ആസറായിരിക്കും. ഞാൻ മരിച്ചാൽ എൻ്റെ ഇണയും എൻ്റെ മക്കളും എൻ്റെ കുടുംബവും എനിക്കൊരു അടയാളമാകണം. സ്വർഗത്തിൽ അനുഗ്രഹങ്ങൾ, ഖബറിൽ അനുഗ്രഹങ്ങൾ ഇങ്ങനെ ലഭിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ ചോദിക്കും, എന്തുകൊണ്ടാണ് നിനക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്? അയാൾക്ക് ആൻസർ ലഭിക്കപ്പെടും, ഭൂമിയിൽ നിന്റെ മകൻ നിനക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ തേടിക്കൊണ്ടിരിക്കുന്നുണ്ട്. സുഹൃത്തുക്കളെ, മനസ്സിലുള്ള ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുള്ളൂ, മനസ്സിലില്ലാത്ത ഒരാൾക്ക് വേണ്ടി ആരും പ്രാർത്ഥിക്കില്ല. അയാളെ ഓർമ്മയുണ്ടാവില്ല ആർക്കും. മനസ്സിലായി? നമ്മൾ നമ്മുടെ മക്കളുടെ മനസ്സിൽ ഉണ്ടാകണമെങ്കിൽ ആ മക്കളുടെ ലൈഫിൽ നമ്മൾ ഉണ്ടാകണം. ആ മക്കളുടെ ലൈഫിൽ നമ്മൾ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അവിടെ ഭൗതികമായ കാര്യത്തിൽ മാത്രമല്ല, അവിടെ ഇമോഷണൽ സപ്പോർട്ട് അവർക്ക് കൊടുക്കണം, അവർക്ക് മോറൽ സപ്പോർട്ട് നമ്മൾ കൊടുക്കണം, അവർക്ക് മറ്റു രംഗങ്ങളിലെല്ലാം വേണ്ട ഗൈഡൻസ് കൊടുത്ത് എൻ്റെ പിതാവാണ് എൻ്റെ ഗൈഡ് എന്ന് പറയാൻ, എൻ്റെ ഉമ്മയാണ് എൻ്റെ റോൾ മോഡൽ എന്ന് പറയാൻ മക്കൾക്ക് അങ്ങനെ ഒരു ആൻസർ പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ മക്കൾ നമ്മൾ മറക്കൂല. മക്കളുടെ ഹൃത്തടത്തിലൊരു ഇടമാണ് നമുക്ക് വേണ്ടത്. അല്ലാതെ അവരുടെ ആവശ്യങ്ങൾ, അവരുടെ നീഡ്സ് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടുള്ള വിളികളല്ല. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഉമ്മാന്നാ വിളിക്കുള്ളൂ അല്ലെ? ഉമ്മ എന്റെ ഡ്രസ്സ് എവിടെ, ഉമ്മ ഫുഡ് എവിടെ, ഉമ്മ അതെവിടെ, ഉമ്മ ഇതെവിടെ അല്ലെ? ഉപ്പ ക്യാഷ് വേണം, ഉപ്പ ഫീസ് അടക്കാനായിട്ടുണ്ട്, ഉപ്പ ടൂർ പോവാണ്ട് അല്ലെ? ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ളൊരു വിളികളല്ല. അതിനപ്പുറത്ത് എൻ്റെ ഉമ്മയും എൻ്റെ ഉപ്പയും എൻ്റെ വികാരമാണ് എന്ന് പറയാൻ നമുക്ക് സാധിക്കണമെങ്കിൽ അവരെ ആ ഒരു വഴിയിലൂടെ ഗൈഡ് ചെയ്ത് പോകണം. എന്താ ഇബാദുർ റഹ്മാന്റെ പ്രാർത്ഥന? റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിന വദുർരിയ്യാതിന ഖുർറത അയ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ.
ഇണകളിലും മക്കളിലും ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകണ പഠിച്ചോനെ. മുത്തഖികളുടെ ഇമാമാക്കി ഞങ്ങളെ നീ മാറ്റണേ പഠിച്ചോനെ. ഈ ആയത്തിനെ വ്യാഖ്യാനിച്ച പണ്ഡിതന്മാർ പറയണത്, മക്കളിലൂടെ ഒരാൾക്ക് കിട്ടുന്ന കൺകുളിർമ എന്ന് പറയുന്നത് അത് ദീനിലൂടെ അല്ലാതെ കിട്ടൂല. എൻ്റെ മക്കളെല്ലാവരും വലിയ പൊസിഷനിലാണ്. ഒരാൾ അമേരിക്കയിലാണ്, മറ്റൊരാൾ UK-യിലാണ്, മറ്റൊരാൾ ഓസ്ട്രേലിയയിലാണ്, മറ്റൊരാൾ സൗദിയിൽ വലിയ കമ്പനിയിലാണ്, മറ്റൊരാൾ ദുബായിലാണ് എന്നൊക്കെ പറയുമ്പോൾ ഒരു ഷുഹറത്ത്, ഒരു പ്രശംസ ഇങ്ങനെ കൂടെ കിട്ടുന്നുണ്ടെങ്കിലും അതിലപ്പുറത്തായിട്ടൊന്നും കിട്ടാനില്ല. എന്നാൽ മക്കളിൽ ദീന് പ്രകടമാകുന്നതിലൂടെ കിട്ടുന്ന കൺകുളിർമ വേറെ തന്നെയാണ്. രണ്ടാം നമ്പർ എന്നറിയപ്പെടുന്ന ഉമർ അബ്ദുൽ അസീസ്, അദ്ദേഹം പകല് കുറച്ചു നേരം കൈലൂലയുടെ ഉറക്കുറങ്ങാൻ പോവാണ്. ഉറക്കുറങ്ങാൻ പോണ അദ്ദേഹത്തോട് മകൻ ചോദിച്ചു, നിങ്ങൾ എവിടേക്കാണ് പോകുന്നത്? ഞാൻ ഉറങ്ങാൻ പോവാണ്. ഈ സമയം നിങ്ങൾ ഉറങ്ങിയാൽ ആരെങ്കിലും നീതി തേടി വന്നാൽ അവർക്കുള്ള നീതി ആര് വിധിക്കും? രാജ്യം ഭരിക്കുന്ന ഒരു ഭരണാധികാരി പട്ടാപ്പകലിൽ ഉറങ്ങിയിട്ട് ഏതെങ്കിലും ഒരാൾക്ക് നീതി ഹനിക്കപ്പെട്ടാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് മകൻ പിതാവിനോട് ചോദിക്കുമ്പോൾ ഉടർക്കടന്നു. ജിന്നോപദേശിക്കാൻ വന്നേക്കാം എന്ന് ചോദിച്ചില്ല. ആ മകനെ ചേർത്ത് പിടിച്ച് നെറ്റിയിൽ ഉമ്മ വെച്ചിട്ട് പ്രാർത്ഥിച്ചു, അല്ലാഹുവേ അൽഹംദുലില്ലാഹ്, പടച്ചോനെ നിനക്കാകുന്ന സർവസ്തുതിയും എന്റെ മുതുകിൽ നിന്ന് ദീനിന് എന്നെ സഹായിക്കുന്ന ഒരു കുഞ്ഞിനെ നീ എനിക്ക് നൽകിയല്ലോ പടച്ചോനെ. എന്റെ ഖുർആനിലെ മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളൊക്കെ എന്താണ്? റബ്ബനാ ഹബ്ലനാ മിന അസ്വാജിനാ വദുരിയാതിനാ ഖുറത അയ്ൻ, അല്ലേ? റബ്ബനാ ഹബ്ലനാ മിന സാലിഹീൻ, അല്ലേ? അല്ലാഹുവേ സ്വാലിഹീങ്ങളായ കുട്ടിയെ ഞങ്ങൾക്ക് തരണേ. റബ്ബനാ ഹബ്ലനാ മിൻ ലദുൻക ദുർരിയതൻ തയ്യിബ, എന്തെങ്കിലും കുട്ടിയെന്നല്ല, ഒരു മനുഷ്യക്കുട്ടിയെ തന്നാൽ മതി. എന്തെങ്കിലും കുട്ടിയെ കൂട്ടനല്ല, മറിച്ച് ദുർരിയതൻ തയ്യിബ, നല്ലൊരു കുട്ടിയെ തരണം. എന്ത് നല്ല കുട്ടിനെ ചോദിക്കാൻ കാരണം അത് നമ്മുടെ അടയാളം. ജീവിതത്തിൽ ഇതുവരെ സ്റ്റേജിൽ കയറിയിട്ടില്ലാത്ത എൻ്റെ അമ്മാക്കും ഉപ്പാക്കും ഞാൻ പ്രസംഗിച്ചാൽ മതി, പ്രസംഗത്തിന്റെ കൂലി അവർക്ക് കിട്ടും. മനസ്സിലായി? ഹഫീദീങ്ങളായ മക്കളുള്ള പിതാക്കന്മാർക്ക്, മാതാക്കൾക്ക് നാളെ കിരീടം ചാർത്തപ്പെടും. സ്വർഗത്തിൽ അവർക്ക് വലിയ ദറജയാണ്. മനസ്സിലായില്ലേ? ഈ മക്കൾ നാളെ ഈ മാതാപിതാക്കൾക്ക് വേണ്ടി ശുപാർശ പറയും. എന്നാൽ മക്കൾക്ക് ദീന് കൊടുക്കാതെ ഭൗതികമായ എല്ലാ സൗകര്യവും കൊടുത്ത് എന്തും കാണാനും കുടിക്കാനും കഴിക്കാനും ധരിക്കാനും ലാവിഷായി ജീവിക്കട്ടെ എന്നും പറഞ്ഞ് അഴിച്ചുവിടുന്ന ആളുകളുണ്ടല്ലോ, ഭയങ്കര ജാട കാണിച്ച് നടക്കുന്ന കുറെ ടീമുണ്ടല്ലോ. ആ മക്കൾ നാളെ പാരന്റ്സിനെ ചോദിക്കും, എന്തിനാണ് നജഅൽഹുമാ മിൻ തഹ്ത അഖ്ദാമിന, ഞങ്ങളുടെ കാലിന്റെ ചുവട്ടിലിട്ട് അവരെ ഞങ്ങൾ ചവിട്ടി മതിക്കട്ടെ. എന്തേ? അവരാണ് ഞങ്ങളെ ഈ ദീനിന്ന് തെറ്റിച്ചത്. ഇത്രയും കഷ്ടപ്പെട്ട് പോറ്റിയിട്ട് നാളെ പരലോകത്ത് മക്കള് നമ്മളെ ചവിട്ടി കൂട്ടാൻ വേണ്ടിയിട്ട് പടച്ചവനോട് ചോദിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് സുഹൃത്തുക്കളെ, എത്ര വലിയ ദുരന്തമാണത്. അതുകൊണ്ട് ഇൽമ് പഠിച്ച് സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കി നമ്മൾ ഈ ദീനിനെ കുറിച്ച് മറ്റുള്ളവരോട് പറയുക എന്നുള്ള ബാധ്യത നിർവഹിക്കേണ്ടത്, അത് ആരംഭിക്കേണ്ടത് നമ്മുടെ വീട്ടിൽ നിന്ന്, പിന്നീട് നമ്മുടെ കുടുംബത്തിലാണ്. നബിയോടുള്ള ഫസ്റ്റ് കൽപ്പനയാണ്, പ്രവാചകരെ താങ്കൾ താങ്കളുടെ കുടുംബത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക, അല്ലെ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കുടുംബത്തെ വിളിച്ചു ചേർത്തു. എന്നിട്ട് ഓരോരുത്തരെയും ഇൻഡിവിജ്വലി അഡ്രസ് ചെയ്തു, അല്ലെ? അമ്മായിയെ വിളിച്ചു, അമ്മാവനെ വിളിച്ചു, എളാപ്പയെ വിളിച്ചു, മൂത്താപ്പയെ വിളിച്ചു, സ്വന്തം മകളെ വിളിച്ചു. എന്നിട്ട് അവരോടെല്ലാവരോടും പറഞ്ഞു, ലാ അംലികു മിനല്ലാഹി ശൈആ, നിങ്ങൾക്ക് ആർക്കും വേണ്ടി ഞാൻ ഒന്നും പരലോകത്ത് ഉടമപ്പെടുത്തുന്നില്ല, നിങ്ങളുടെ പരലോകം നിങ്ങൾ സേഫ് ആക്കിക്കൊള്ളണം എന്ന് പറഞ്ഞ് തൗഹീദ് പറഞ്ഞു അവരോട്, കുടുംബത്തോട്. ഒരുപാട് ആൾക്കാർ ശിർക്കും ഖുറാഫാത്തും ബിദ്അത്തും, അല്ലെ? ദീനില്ല, നിസ്കാരമല്ല, എന്ത് നിസ്കരിക്കണം വെച്ചടക്കുന്ന കുറെ ആൾക്കാരുണ്ട്, അല്ലെ? എന്ത് പടച്ചോൻ, എന്ത് ദീൻ, എന്ത് പരലോകം, അതൊക്കെ ഒരു മിത്താണ് എന്നൊക്കെ പറഞ്ഞ് ജീവിക്കുന്ന കുറെ ആൾക്കാർ നമ്മുടെ കുടുംബത്തിലുണ്ടാവും. അവരോടൊന്ന് പോയി സംസാരിക്കാൻ, അല്ലെ? അവർക്കൊന്ന് കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കാനുള്ള ഒരു ശ്രമം, ആ ശ്രമം മതി. അള്ളാഹുവിന്റെ റസൂലിനോട് പോലും എന്താ പറഞ്ഞ്? ബല്ലഗ് മാ ഉൻസില ഇലൈക്കും മിർ റബ്ബിക്, നിന്റെ റബ്ബിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടത് എന്താണോ അത് നീ എത്തിച്ചു കൊടുക്കുക. ഫദക്കിർ ഇന്നമാ അൻത മുദക്കിർ ലസ്ത അലൈഹിം ബിമുസൈത്തിർ, താങ്കൾ താക്കീത് കൊടുക്കുക, താങ്കൾ താക്കീതുകാരൻ മാത്രമാണ്, ആരെയും നിർബന്ധിക്കേണ്ടതില്ല. ലാ ഇക്റാഹ ഫിദ്ദീൻ. പക്ഷെ കൺസിസ്റ്റൻസി വേണം, നിരന്തരമായി പറഞ്ഞുകൊണ്ടേയിരിക്കണം, ഉപദേശിച്ചുകൊണ്ടേയിരിക്കണം, ക്ഷണിച്ചുകൊണ്ടേയിരിക്കണം. ഇന്നി ദഅഉതു ഖൗമി ലൈലൻ വനഹാറ ഫലം യജിദുഹും ദുആഇ ഇല്ലാ ഫിറാറ. രാവും പകലും ഉച്ചത്തിൽ പതിയെ പേഴ്സണലായിട്ട്, കുടുംബത്തിൽ ചെന്നിട്ട് പബ്ലിക്കായിട്ട് പല വിധേന ഞാൻ ക്ഷണിച്ചു. പക്ഷെ അവരെല്ലാവരും ഓടി അകലുകയാണ് പടച്ചോനെ ഉണ്ടായിട്ടുള്ളതെന്ന്.
ഫലബിസ ഫീഹിം അൽഫ സനത്തിൻ ഇല്ലാ 50 ആമ. 1000 കൊല്ലം നൂഹ് നബി തന്റെ ജനതയിൽ താമസിച്ചു. 1050 കുറവ് എന്നാണ് ഖുർആൻ സൂറത്ത് അങ്കബൂത്തിൽ അല്ലാഹു പറഞ്ഞത്. അപ്പോൾ 950 കൊല്ലം സ്വന്തം നാട്ടിൽ അദ്ദേഹം ജീവിച്ച് നിരന്തരമായി, കുറച്ചൊന്നല്ല, 950 കൊല്ലം കണ്ടിന്യൂസ്ലി തന്റെ ജനതയെ അദ്ദേഹം ക്ഷണിച്ചു. ഓരോ സമയത്തും അദ്ദേഹത്തെ വെറുപ്പിക്കാൻ, ചടപ്പിക്കാൻ, മടുപ്പിക്കാൻ, ഭീതിപ്പെടുത്താൻ അവർ ശ്രമിച്ചപ്പോഴൊക്കെയും തളർന്നു പോകാതെ പ്രതീക്ഷയിൽ. നോക്കൂ, അല്ലാഹു റസൂലിന്റെ പ്രാർത്ഥന എന്താ? ഉമറൈനികളിൽ ഏതെങ്കിലും ഒന്നിനെ പടച്ചോനെ നീ ഇസ്ലാമിന് തരണേ എന്നാണ്. ഏറ്റവും നന്നായി എതിർക്കുന്ന ആളില്ലേ, ഓനെയാണ് നിങ്ങൾ ഏറ്റവും അധികം ഫോക്കസ് ചെയ്യേണ്ടത്. അയാളായിരിക്കും മാറാം. മനസ്സിലായി? ഇച്ച് പറഞ്ഞതാണ് ശരി. ഞാൻ എപ്പോഴും അങ്ങനെ ചിന്തിക്കാറുണ്ട്. കേട്ടോ, സംഭവിച്ചു പറഞ്ഞ ശരി, എന്നാ പോയിക്കോ. അങ്ങനത്തെ ഒരാളിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടാവില്ല. ഓനെന്ന് വെച്ചാൽ എല്ലാവരും ഇങ്ങനെ സോപ്പിട്ട് തലോടി ആരും തെറ്റിക്കണ്ടെന്നാണ് മൂപ്പരെ സമീപനം. ഞാൻ കാണാറുണ്ട്, നിങ്ങളെ വീഡിയോ ഒക്കെ കാണാറുണ്ട്. ഇപ്പൊ ഈ അടുത്തൊരു വീഡിയോ ഒന്നുമില്ല, ഏത് വീഡിയോ വെച്ചാൽ ഉണ്ടാവില്ല, ആൻസർ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ വെറുതെ ഇങ്ങനെ ഓരോരുത്തർ കാണുമ്പോൾ ഇങ്ങനെ അതിനനുസരിച്ച് സംസാരിക്കുക. ഏറ്റവും നന്നായി എതിർക്കുന്ന ആളാരാണോ അയാളായിരിക്കും മാറുക. ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ശബ്ദത്തെ കെടുത്തിക്കളയാൻ പെട്രോള്, കുപ്പിയിൽ പെട്രോളുമായിട്ട് സ്റ്റേജിന്റെ സൈഡിൽ മറഞ്ഞു നിന്ന് പ്രസംഗം അതിന്റെ ക്ലൈമാക്സിലെത്തുമ്പോൾ ഈ പെട്രോൾ ഒഴിച്ച് സ്റ്റേജ് അടക്കം പണ്ഡിതനടക്കം കത്തിക്കാൻ വേണ്ടിയിട്ട് മറഞ്ഞു നിന്ന ആൾക്കാര് ആ പ്രസംഗം അവിടെ ഇരുന്ന് ഫുള്ള് കേട്ട് ആ പെട്രോളും കുപ്പിഞ്ഞ് എന്താക്കണം എന്നറിയാതെ എടങ്ങാറായി ആ പ്രോഗ്രാമിന്റെ സംഘാടകരെ എടുത്തു ചെന്ന് മാപ്പ് പറഞ്ഞ് അവരുടെ കൂടെ കൂടി തൗഹീദിന്റെ വേദികൾ കെട്ടുന്ന ആളുകളായി മാറിയവരെ നേർക്കുനേരെ കണ്ടിട്ടുണ്ട്. ഞാൻ കൊടകിൽ പ്രസംഗിക്കാൻ ചെന്ന സമയത്ത് അവിടുത്തെ കുറച്ച് യുവാക്കൾ വന്നിട്ട് അവർ പറഞ്ഞു, ഞങ്ങൾ സ്റ്റേജ് കത്തിക്കാൻ വേണ്ടി വന്ന ആൾക്കാർ. പണ്ഡിതന്റെ കാറ് സ്റ്റേജിന്റെ പരിസരത്തോട് നിർത്താറില്ല, കുറെ ദൂരെ എവിടെയും കൊണ്ടേ നിർത്തുക. കാരണം പരിസരത്ത് നിർത്തിയാൽ ചിലപ്പോൾ കത്തിച്ചാളും. ആ ആൾക്കാരാണ് പിന്നീട് മാറിയിട്ടുള്ളത്. എന്ത്? നിരന്തരമായി ഒരു തുള്ളി വെള്ളം ഇങ്ങനെ കണ്ടിന്യൂസ്ലി ഒരു പാറയിലേക്ക് ഉറ്റിയാൽ ആ പാറയിൽ ചെറിയൊരു പതി രൂപപ്പെടും. ഒരു സിമ്പിൾ ഒരു തുള്ളിയല്ലേ എന്ന് നമ്മൾ ചിന്തിക്കുമെങ്കിലും അത് തുടർച്ചയായിട്ട് അവിടെ അങ്ങനെ വീഴുമ്പോൾ അവിടെ ചേഞ്ച് ഉണ്ടാവും. ഈ ഇസ്ലാമിക പ്രബോധന രംഗത്ത് നമ്മൾ തുടർച്ചയായിട്ടുള്ള പരിശ്രമങ്ങൾ നടത്തുമ്പോൾ ആളുകൾക്കിടയിൽ മാറ്റമുണ്ടാവും. ഇതിന്റെ പ്രത്യേകത, നിങ്ങൾ കച്ചവടത്തിന് ലാഭം ഉണ്ടെങ്കിലും ശരി, ലാഭമില്ലെങ്കിലും ശരി, ഇത് മൊത്തത്തിൽ ലാഭമാണ്. തിജാറത്തല്ലം തബൂർ, നഷ്ടമില്ലാത്ത കച്ചവടമാണ്. പറഞ്ഞുകൊടുത്താൽ തന്നെ മതി, എത്തിച്ചുകൊടുത്താൽ തന്നെ മതി, അയച്ചുകൊടുത്താൽ തന്നെ മതി. ഞാൻ എൻ്റെ മെസ്സേജ് നോക്കാറില്ല. ഓക്കെ, നിങ്ങൾ സൗകര്യം ഉണ്ടാകുമ്പോൾ നോക്കേണ്ടി, ഇൻഷാ അല്ലാഹ് ഞാൻ അയച്ചു തരും. മനസ്സിലായോ? നമ്മൾ അയച്ചു കൊടുക്കുന്നതോടുകൂടെ തന്നെ നമുക്ക് പ്രതിഫലം കിട്ടുകയാണ്. ആ ഒരു ദൗത്യം നമ്മൾ മനോഹരമായി സഹോദരന്മാരെ നിർവഹിക്കുക എന്നുള്ളതാണ്. എന്താണ് ഇത്ര അത് പ്രാധാന്യം എടുക്കുന്നത്? ബാങ്ക് കൊടുത്താൽ നമ്മൾ പള്ളി പോലെ, ബാങ്ക് കൊടുത്താൽ നമ്മൾ പള്ളിയിൽ പോകുന്ന നിസ്കരിക്കും. കാരണം എന്താ? അതൊരു ഇബാദത്താണ്, നമുക്ക് ബോധമുണ്ട്. എന്നാൽ എല്ലാ നിസ്കരിക്കുന്ന ആൾക്കാരും, എല്ലാ ഇൽമുള്ള ആൾക്കാരും ദഅവത്ത് നടത്തുന്നില്ല. അവരവിടെ ദിക്റും ദുആയും മജ്ലിസും ഇൽമും അങ്ങനെയുള്ള പിന്നെ ഗവേഷണമൊക്കെ ആയിട്ട് അങ്ങനെ കഴിച്ചു കൂട്ടാണ്. അവരുടെ കൺമുന്നിൽ നടക്കുന്ന കാര്യം, ഈവൻ സ്വന്തം കാലിനടിയിലുള്ള മണൽ നീങ്ങുന്നുണ്ട് എന്നുള്ളത്, ഒലിച്ചു പോകുന്നുണ്ട് എന്നുള്ളത് പോലും അറിയാതെ ഇൽമിന്റെ ലോകത്ത് എന്ന് പറഞ്ഞിട്ട് മുഴുകി ജീവിക്കുന്ന ആൾക്കാർ. ഇവിടെ എന്തെല്ലാം നാട്ടിൽ തോന്നിയാസങ്ങൾ നടക്കുന്നത്, എന്തെല്ലാം നോർമലൈസ് ചെയ്യപ്പെടുന്നു, എന്തെല്ലാം വെള്ള പൂശിയിട്ട് നന്മയായി ചിത്രീകരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ഇതൊന്നും ചില ആൾക്കാർക്ക് അല്ല, ഭൂരിഭാഗം മുസ്ലിങ്ങൾക്കും മാറ്ററേ അല്ല. അവർ ചിന്തിക്കുന്നത് എന്താ? നമ്മൾ എന്തിനാ പേര് ഇടപെടുന്നത്, നമുക്ക് നമ്മളെ കാര്യം നോക്കിയാൽ പോലെ എന്നാണ്. സുഹൃത്തുക്കൾ, അങ്ങനെയല്ല. പടച്ചോ നമ്മളോട് പറഞ്ഞതാണ്. എന്ത്? വൽതകും മിൻകും ഉമ്മ യദ്ഊന ഇലൽ ഖൈർ വയഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. നിങ്ങൾ വിജയം ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങളിൽ ഒരു ടീം ഉണ്ടാവണം. ടീം പാടില്ല എന്നല്ലേ പറയാ, ടീം ഉണ്ടാണെന്ന ഖുർആൻ പറഞ്ഞു. വൽതകും മിൻകും ഉമ്മ, നിങ്ങളൊരു വിഭാഗം, നിങ്ങളൊരു ടീം ഉണ്ടാകണം. എന്താ ടീമിന്റെ പ്രത്യേകത? നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്ന ആൾക്കാരായിരിക്കണം. നന്മ കൽപ്പിക്കുകയും തിന്മ, ഒരു ഭാഗത്ത് തിന്മ അങ്ങനെ വ്യാപിക്കുമ്പോ മറുഭാഗത്ത് നന്മ കൽപ്പിക്കരുത് എന്ന് പറയുമ്പോ എന്താ സംഭവിക്കുക? അല്ലെ? നന്മ പറയരുത് എന്ന് പറഞ്ഞാൽ, അത് ഗുണ്ടായിസമാണെന്ന് പറഞ്ഞാൽ
അത് രാജ്യദ്രോഹമാണെന്ന് പറഞ്ഞാൽ, അത് മതസ്പർദ്ധയാണെന്ന് പറഞ്ഞാൽ, അത് കമ്മ്യൂണൽ ഇഷ്യൂസ് ഉണ്ടാക്കലാണെന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കുക? എല്ലാവരും സൈലന്റ് ആവും. അതുകൊണ്ടല്ലേ തിന്മയുടെ വക്താക്കള് നന്മ പറയുന്ന ആളുകളെ വായടപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? ഇസ്ലാമോ ഫോബിയ പ്രചരിപ്പിക്കാൻ കാരണം എന്താ? ഇസ്ലാമിന് പ്രീച്ചിങ് നടത്തുന്ന എല്ലാ അവസരങ്ങളും ഇല്ലാതാകണം. അപ്പൊ എന്തവിടെ സംഭവിക്കുക? തിന്മ അതിന്റെ എല്ലാ പവറും ഉപയോഗിച്ച് അവിടെ വ്യാപിക്കുകയും ചെയ്യും. നന്മ പറയാനോ തിന്മയെ എതിർക്കാനോ ആരും മുന്നിട്ട് വരും ചെയ്യാത്തൊരവസ്ഥ. സഹോദരന്മാരെ, അള്ളാന്റെ കൽപ്പനയാണ്, നിങ്ങൾ നന്മ കൽപ്പിക്കണം, തിന്മ വിരോധിക്കണം. അള്ളാഹുവിന്റെ കൽപ്പന പാലിക്കുന്നിടത്ത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒന്നും പേടിക്കാനില്ല, ഒരാളെയും ഭയക്കാനില്ല. യഖ്ശൗനഹു വലാ യഖ്ശൗന അഹദൻ ഇല്ലല്ലാഹ്. അവർ അള്ളാഹനെ മാത്രമേ ഭയക്കുള്ളൂ. പണ്ഡിതന്മാർ ചരിത്രത്തിൽ തൗഹീദ് പറഞ്ഞതിന്റെ പേരിൽ എന്തെല്ലാം ആരോപണങ്ങൾ, എന്തെല്ലാം പീഡനങ്ങൾ, എന്തെല്ലാം വലിയ ഭീഷണികളാണ് പ്രവാചകന്മാർക്കുണ്ടായത്, പണ്ഡിതന്മാർക്കുണ്ടായത്. പക്ഷെ അവരാരും അതിന്റെ പേരിൽ അടങ്ങി നിന്നിട്ടില്ല. ഒരു ഗ്രാമത്തേക്ക് 2 നബിമാരെ പറഞ്ഞയച്ചിട്ട് അവരെ കളവാക്കിയ ആ ധിക്കാരികളിലേക്ക് അള്ളാഹ് മൂന്നാമതൊരു നബിനെ പറഞ്ഞയച്ചിട്ട് ആ മൂന്നാമത്തെ നബിനെയും എറിഞ്ഞോടിച്ച് നിങ്ങളെ ഞങ്ങൾ ഇല്ലാതാക്കും, എറിഞ്ഞു കൊല്ലുന്നു പറഞ്ഞിട്ട് ആ 3 നബിമാരെ ആട്ടി ഓടിച്ച നാട്ടിക്ക് ഗ്രാമത്തിന്റെ അങ്ങേയറ്റത്ത് നിന്ന് ഓടി വന്നിട്ട് പറയാ, ജനങ്ങളെ, ആ നിങ്ങൾ ആട്ടി ഓടിച്ച നബിമാരില്ലേ, അവരെ നിങ്ങൾ ഫോളോ ചെയ്യണം. അവർ നിങ്ങളോട് കാശ് ചോദിക്കുന്നില്ല, അവർ സന്മാർഗത്തിലേക്കാണ് നിങ്ങളെ ക്ഷണിക്കുന്നത്. എന്താ അവർ പറഞ്ഞതിന് വലിയ പ്രശ്നമുള്ളത്? നിങ്ങളെ സൃഷ്ടിച്ച നിങ്ങളുടെ പടച്ചോനെ ആരാധിക്കണമെന്നല്ലേ അവർ പറഞ്ഞുള്ളൂ എന്ന് ചോദിച്ച അയാളെ അന്താക്കിയ ദേശക്കാർ കഴുത്തിൽ ദ്വാരമുണ്ടാക്കി ഉയർന്ന മതിലിൽ കെട്ടിത്തൂക്കി, രക്തവും നീരും വാർന്നൊഴുകി അയാൾ അവിടെ കിടന്ന് മരിച്ച്, ഈ പല്ലിയൊക്കെ ചത്താണല്ലോ ഉണങ്ങിക്കടിച്ചിക്കണേ അല്ലെ, ആ ഒരവസ്ഥയിൽ ആ ഒരു ചുമരിൽ തൂങ്ങിക്കിടക്കണ മനുഷ്യൻ. അള്ളാഹു അയാൾക്ക് സ്വർഗം നൽകി. സ്വർഗത്തിലെത്തിയിട്ട് അയാൾ പറയാണ്, യാ ലൈത ഖൗമി യഅലമൂൻ ബിമാ ഗഫറ ലീ റബ്ബി വജഅലനീ മിനൽ മുക്രമീൻ. എന്നെ കൊന്നുകളഞ്ഞ എന്റെ നാട്ടുകാർ അറിഞ്ഞിരുന്നെങ്കിൽ എന്റെ റബ്ബ് എനിക്ക് പുറത്തു നിന്ന് എനിക്ക് വലിയ സ്വർഗീയ സുഖങ്ങൾ തുറന്നു തന്നിട്ടുണ്ട് എന്ന് എന്റെ നാട്ടുകാർ അറിഞ്ഞിരുന്നെങ്കിൽ എന്നാണ് അത് പറയുന്നത്. കൊന്നിട്ടും സ്വർഗത്തിലെത്തിയിട്ട് അയാൾ പറയുന്നത് എന്റെ നാട്ടുകാർ ഇതൊന്നും അറിഞ്ഞിരുന്നെങ്കിൽ എന്നാണ്. അതാണ് ഒരു ദാഇയെ സംബന്ധിച്ചിടത്തോളം, ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് കണ്ണടക്കാൻ കഴിയില്ല. റസൂൽ പറഞ്ഞ ബല്ലിഗു അന്നി വലു ആയ, ഒരു ആയത്തെങ്കിലും നിങ്ങൾ എത്തിച്ചു. ഇപ്പൊ നബിയില്ലല്ലോ, ഉണ്ടോ? നബിയില്ലല്ലോ. നബിമാരുള്ള കാലത്ത് ആ നാട്ടിലെ ഏറ്റവും വലിയ അരാജകത്വമാകുന്ന ശിർക്കും അതിന്റെ ചുവട് പിടിച്ചിട്ട് നടന്നിട്ടുള്ള മുഴുവൻ അധാർമിക പ്രവണതകളെയും ചെറുത്തു തോൽപ്പിച്ചത് പ്രവാചകന്മാരാണ്. അങ്കുലി പരിമിതരായ വിരലിലെണ്ണാവുന്ന അവരുടെ ഫോളോവേഴ്സുമാണ്. അവരാകട്ടെ ആയുധമില്ലാത്തവരാണ്, ദുർബലരാണ്. പക്ഷേ ശക്തമായ ഉറച്ച കാൽവെപ്പുകൾ പടച്ച റബ്ബിന്റെ സഹായത്തോടെ നിർവഹിച്ചവരാണ് അവർ. പ്രവാചകത്വ ശൃംഖലയ്ക്ക് അവസാനം കുറിച്ച് റസൂലുള്ളാഹി ഈ ലോകത്തോട് വിട പറയുമ്പോൾ അവിടുന്ന് പറഞ്ഞത് എന്താണ്? അലാ ഫല്ലുബല്ലിഗ ഷാഹിദുൽ ഗായിബ്. ഈ ഉത്തരവാദിത്വം ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുകയാണ്, അല്ലെ, നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. ചിലർക്ക് കമന്റ് ബോക്സിൽ എഴുതും, ഞങ്ങളെ ഖുർആനിലുണ്ട്, ഞങ്ങളെ നബി പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളെ നബിയല്ല, ഞങ്ങളെ ഖുർആനല്ല, നമ്മുടെ ഖുർആൻ. ഇത് ഹുദൻ ലിന്നാസ്, ലോകത്തിന് ഗൈഡാണ് ഖുർആൻ, നമ്മുടേതല്ല. അല്ല ലോകത്തിന് തന്നതാണ്, ഇവിടുത്തെ എല്ലാ മനുഷ്യന്മാർക്കും ഉള്ളതാണ്. കാഫത്തൽ ലിന്നാസ്, ജനങ്ങൾക്ക് മുഴുക്കയുള്ളതാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ മാത്രം നബിയല്ല, ഖുർആൻ നമുക്ക് മാത്രമുള്ളതല്ല. അതുകൊണ്ട് തന്നെ ആ ഖുർആനും ആ ഒരു സുന്നത്തും ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന ആ ഒരു ദൗത്യം സുഹൃത്തുക്കളെ നമ്മളെ ഏൽപ്പിച്ചിട്ട് റസൂലുള്ളാഹി വിട പറഞ്ഞത്. നബിയുടെ ആ കൽപ്പന ഏറ്റുവാങ്ങി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സ്വഹാബത്ത് ചിന്നിച്ചിതറി. എന്തൊക്കെ പറയായിരുന്നു? നമ്മുടെ വീട്ടുകാരും നാട്ടുകാരും മക്കളൊക്കെ ഇവിടെയാണ്, പുറത്തു പോകാൻ പറ്റില്ല, പറഞ്ഞൂടെ? നമുക്ക് പുറത്തുള്ള ഭാഷകൾ അറിയില്ല, അല്ലെ? ലോകത്ത് എത്ര ഭാഷ ഉണ്ട്? 7000-ൽ പരം ഭാഷ ഉണ്ട്. നമ്മുടെ ഇന്ത്യയിൽ തന്നെ 100 ഭാഷയുണ്ട്. ഇവിടേക്കൊക്കെ സഹാബത്ത് വന്നിട്ടുണ്ടെന്ന് പറയുന്നു, അല്ലെങ്കിൽ സഹാബത്തിന്റെ അനുചരന്മാർ വന്നിട്ടുണ്ടെന്ന് പറയുന്നു. എങ്ങനെയായിരിക്കും അവര് ഡിഫറെന്റ് ലാംഗ്വേജ് സംസാരിക്കുന്ന നാടുകളിലേക്ക് കയറി ചെന്നത്? എത്ര റിസ്ക് എടുത്തിട്ടുണ്ടാവും അവരുടെ ഈ ഒരു സന്ദേശം ഹാൻഡ് ഓവർ ചെയ്യാനായിട്ട്. ഒരുപക്ഷെ ആക്ഷൻസിലൂടെയും മറ്റു പലതിലൂടെയും, അല്ലെങ്കിൽ എവിടെ ചെന്നിട്ട് പതിയെ പതിയെ ഭാഷകൾ പഠിച്ചിട്ടും എങ്ങനെ എത്ര കോംപ്ലിക്കേഷൻസ് ആയിരിക്കും അവർക്ക് ഉണ്ടായിരിക്കുക. പക്ഷെ അതൊന്നും അവർ ചിന്തിച്ചിട്ടില്ല. മക്കയിലും മദീനയിലും സഹാബത്തിന്റെ കബറിടം കുറച്ചുള്ളൂ.
ബാക്കിയെല്ലാം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലാണ്. അതെങ്ങനെ സംഭവിച്ചു? അവരാരും തങ്ങളുടെ മണ്ണിൽ അവിടെ മാത്രം ചടഞ്ഞുകൂടിയിരിക്കുന്നവരായിരുന്നില്ല. ഇതെത്താത്ത ഇടങ്ങളിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണേ എന്ന റസൂലിന്റെ കൽപ്പനയെ നെഞ്ചേറ്റിയിട്ട് അങ്ങോട്ട് ഇറങ്ങുകയാണ്. അല്ലേ? കടൽ തീരത്ത് വന്നു നിന്നവർ പറഞ്ഞത്, ഈ കടലിനപ്പുറത്തൊരു അക്കരയുണ്ടെങ്കിൽ അവിടെയുള്ള മനുഷ്യന്മാരോടും ചെന്ന് ദീന് പറയാൻ എനിക്ക് അവസരം കിട്ടിയെങ്കിൽ എന്നാണ് അവർ ആഗ്രഹിച്ചത്. എന്തേ കാരണം? വിജയത്തിനുള്ള മാർഗമാണ് ദഅവത്ത് നടത്തുക എന്നുള്ളത്. അല്ലാഹുവിന്റെ റസൂലിന്റെ പാരമ്പര്യത്തിന്റെ തുടർച്ചയാണ്. പ്രവാചകന്മാർ നിർവഹിച്ച ആ ദൗത്യം ഏതെങ്കിലും ആൾക്കാരല്ല, ലോകത്ത് അള്ളാഹ് തെരഞ്ഞെടുത്ത് നിശ്ചയിച്ച് നിയോഗിച്ചയച്ച അനുഗ്രഹീതരായ പ്രവാചകന്മാർ നിർവഹിക്കുന്ന ദൗത്യമാണ് നമ്മൾ നിർവഹിക്കുന്ന ദഅവത്ത്. ആ നബിയുടെ കൽപ്പനയാണ് ഇതിലൂടെ ശിരസ വഹിക്കപ്പെടുന്നത്. വിശുദ്ധ ഖുർആൻ പുണ്യവാളന്മാരുടെ ക്വാളിറ്റി പറഞ്ഞിടത്തൊക്കെ കാണാം, അവർ നന്മ കൽപ്പിക്കുന്നവരാണ്, തിന്മ വിരോധിക്കുന്നവരാണ്. നമ്മുടെ ഒരു സൽക്കർമ്മകാരിയാണോ, നമ്മുടെ സൽസ്വഭാവിയാണോ, നമ്മുടെ ഒരു കറകളഞ്ഞ മുഅ്മിനാണോ എങ്കിൽ ഈ ക്വാളിറ്റി നമുക്കുണ്ടോ? നമ്മുടെ മുമ്പിൽ തിന്മ കാണുമ്പോൾ എതിർക്കാൻ നമുക്ക് പറ്റുന്നുണ്ട്. ഒരാൾ പറയാണ്, ഞാൻ എൻ്റെ വീടിന് 10 ലക്ഷം ലോൺ എടുത്തു. തന്നെ? ഓ, കാശിനത്ര ടൈറ്റ് ഉണ്ടായിരുന്നില്ലേ എന്നാണോ നമ്മൾ പറയാം? അത് വേണ്ടായിരുന്നു. പലിശ നിങ്ങളുടെ ബർക്കത്തില്ലാതാക്കും. പലിശ അല്ലാഹു നമുക്ക് നിഷിദ്ധമാക്കിയതാണ്. അത് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ സമാധാനവും കെടുത്തും. അതൊരു തെറ്റാണ്. അതിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ നിങ്ങൾ നോക്കണം എന്നൊരു ഉപദേശം അയാൾക്ക് കൊടുക്കുമോ? അവിടെയാണ് ഈമാനിന്റെ അടയാളം എന്ന് പറയുന്നത്. മൻ റആ മിൻകും മുൻകറൻ ഫല്യുഗയ്യിറുഹു ബിയദിഹി ഫഇൻ ലം യസ്തതി ഫബിലിസാനി ഫഇൻ ലം യസ്തതി ഫബിഖൽബി ദാലിക അദ്അഫുൽ ഈമാൻ. മുമ്പിൽ ഒരു തെറ്റ് കാണുമ്പോൾ കൈകൊണ്ട് തടയാം. എല്ലാം കൈകൊണ്ട് തടയാൻ കഴിയില്ല. നമുക്ക് അധികാരമുള്ള ഇടങ്ങളിലെ കൈകൊണ്ട് തടയാൻ പറ്റില്ല. അപ്പൊ ഭരണാധികാരികൾക്ക് കൈകൊണ്ട് തടയാം, നമുക്ക് കൈകൊണ്ട് തടയാൻ പറ്റില്ല. നമുക്ക് നാവ് കൊണ്ട് പറയാം. ഇനി നാവ് കൊണ്ടും പറയാൻ കഴിയാത്ത ചില സിറ്റുവേഷൻസ് ഉണ്ടാവും. അവിടെ മനസ്സുകൊണ്ടൊരു വെറുപ്പെങ്കിലും, അല്ലെ, എന്തൊരു കഷ്ടമാണ്, അല്ലെ, എന്തൊരു അപകടകരമായ പോക്കാണ് എന്നൊരു വിഷമമെങ്കിലും നമുക്ക് പ്രകടമാകുന്നില്ല. നമ്മളിത് മൈൻഡ് തന്നെ ചെയ്യുന്നില്ല, നമുക്കിത് അറിയണമെന്നല്ല, നമ്മളിത് ആരാപ്പ ചെയ്യാത്തത്, ഈ കാലം അങ്ങനെയല്ലേ എന്നൊക്കെയാണ് നമ്മളും പറയണമെങ്കിൽ ഈമാനിന്റെ അദഅഫായ ദുർബലമായ കണിക പോലും നമുക്ക് കിട്ടിയിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്താ വിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞത്? അല്ലദീന ഇമ്മക്കന്നാഹും ഫിൽ അർദ് അഖാമുസ് സ്വലാത വആതവുസ് സകാത്ത് വഅമറൂ ബിൽ മഅറൂഫി വനഹൂ അനിൽ മുൻകർ വലില്ലാഹി ആഖിബത്തുൽ ഉമൂർ. സഹാബത്തിനെ തൗഹീദ് സ്വീകരിച്ചതിന്റെ പേരിൽ നാട്ടിൽ നിന്ന് പുറത്താക്കി. അവരെ അല്ലാഹ് ഏറ്റെടുത്തു, അല്ലാഹ് അവരെ സഹായിച്ചു, വിശ്വാസികൾക്ക് അല്ലാഹ് വിജയം കൊടുത്തു. എന്നിട്ട് അല്ലാഹ് പറയാണ്, അല്ലദീന ഇമ്മക്കന്നാഹും ഫിൽ അർദ്, അവർക്ക് നാം ഭൂമിയിൽ സ്ഥിരതയും അവർക്ക് ഭൂമിയിൽ ജീവിക്കാനുള്ള അവസ്ഥയും സൗകര്യങ്ങളും നാം കൊടുത്താൽ അവർ ചെയ്യുന്ന കാര്യം തരങ്ങൾ അഖാമുസ്സല, അവർ നിസ്കാരം നിലനിർത്തും, വആതവുസ് സക, അവർ സകാത്ത് കൊടുക്കും, വഅമറൂ ബിൽ മഅറൂഫി വനഹൂ അനിൽ മുൻകർ, അവർ നന്മ കൽപ്പിക്കും, തിന്മ വിരോധിക്കുന്നു. മനസ്സിലായി? ദീന് പാലിച്ച് ജീവിക്കാൻ സ്വാതന്ത്ര്യമുള്ള ഒരു മണ്ണിൽ ജീവിക്കുന്ന ഒരു വിശ്വാസി എന്ത് ചെയ്യും? ഓന്റെ ഇബാദത്ത് കൃത്യമായിട്ട് ചെയ്യും. എന്നിട്ട് മറ്റുള്ളവർക്ക് നന്മ പറഞ്ഞു കൊടുക്കാനും അവരെ തിന്മയിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ട് ദീനിന്റെ വഴിയിലേക്ക് നടത്തുവാനും പരിശ്രമിക്കും. ഒരു ബൾബ് ഇങ്ങനെ പട്ടാപ്പകല് കത്തിക്കുമ്പോൾ നമ്മൾ നോക്കൂലേ എവിടെ എന്റെ സ്വിച്ച് എന്ന്, അല്ലേ? നമ്മൾ ചോദിക്കൂലേ എന്തിനാ ഈ നട്ടുച്ച നേരത്തിൽ കത്തിച്ചു വെച്ചെന്ന്? ഒരു പൈപ്പിൽ നിന്ന് ജസ്റ്റ് ഇങ്ങനെ വെള്ളം ഡ്രോപ്സ് ആയി മാത്രം ഇട്ടിട്ടുള്ളെങ്കിൽ പോലും നമ്മളത് പോയിട്ടൊന്ന് ലോക്ക് ചെയ്ത്. കാരണം എന്താ? പാഴായി പോകുന്ന വെള്ളം. വെള്ളമില്ലാത്ത കാലത്ത് അതിന്റെ പ്രയാസം നമുക്ക് നല്ലോണം അറിയാം, അല്ലെ? ഇലക്ട്രിസിറ്റിയുടെ വാല്യൂ നമുക്കറിയാം. എന്നാൽ പാഴായി പോകുന്ന എത്രയോ വിദ്യാർത്ഥിത്വം, എത്രയോ യുവത്വം, എത്രയോ മനുഷ്യന്മാർ അവരവരുടെ സമയത്തെ എവിടെ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യുന്നു, അവരുടെ സമ്പത്തിന് എവിടെ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യുന്നു, അവർ പാഴാക്കുകയാണ് ജീവിതം. ആ പാഴായി പോകുന്ന മനുഷ്യന്മാരെ നോക്കിയിട്ട് നമുക്കൊരു സഹതാപം തോന്നണ്ടേ? അവിടെയാണ് നമ്മുടെ ഈമാൻ ഉള്ളത്, അവിടെയാണ് നമ്മുടെ ക്വാളിറ്റി ഉള്ളത്. നമുക്ക് നിർഭയത്വത്തോടുകൂടെ ജീവിക്കാൻ സാധിക്കുന്ന ഒരു മണ്ണിൽ നമ്മൾ നമ്മുടെ ഇബാദത്തുകൾ ചെയ്യുന്നതോടൊപ്പം മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കുന്ന നന്മകൾക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കണം. അതിനാ പടച്ചോ നമ്മൾ ഉണ്ടാക്കി. ഉഖ്രിജത്ത് ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾ.
ജനങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങളെ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മുടെ കുടുംബം, നമ്മുടെ സമ്പത്ത്, നമ്മുടെ ജോലി, നമ്മുടെ സുഖം, നമ്മുടെ ഏർപ്പാടുകൾ, അത് മാത്രമല്ല. ഒരു വിശ്വാസി ജീവിക്കുന്ന സൊസൈറ്റിയിൽ അവന് ഇടപെടാൻ പറ്റുന്ന ഭൗതിക മതപരമായ വിഷയങ്ങളിൽ ഇടപെടുക എന്നുള്ളത് അള്ളാഹുവിന്റെ റസൂലും സ്വഹാബത്തും നമുക്ക് കാണിച്ചെന്ന മാതൃകയാണ്. നബി മരിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് കുറച്ച് ആൾക്കാരിങ്ങനെ പള്ളിയിൽ ഒരുമിച്ച് കൂടി നിന്നിട്ട് ഈത്തപ്പഴത്തിന്റെ കുരു കൂട്ടിയിട്ട് അതിൽ നിന്ന് ഇങ്ങനെ ദിക്ർ ചെല്ലുക. ഒരു അമീർ, ഒരു നേതാവ് അവർക്ക് ഇങ്ങനെ ഓർഡർ കൊടുക്കുകയാണ്, 100 വട്ടം തസ്ബീഹ് ചൊല്ലൂ, 100 വട്ടം തക്ബീർ ചൊല്ലൂ. അപ്പൊ ഇന്നിങ്ങനെ ഓരോ കുരു ഇങ്ങനെ മാറ്റി എണ്ണിയിട്ട് ദിക്ർ ചെല്ലുക. അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു ഈ സംഭവം കണ്ട് ഇബ്നു മസ്ഊദിന്റെ അടുക്കലേക്ക് ഓടി ചെല്ലാണ്. എന്നിട്ട് പറയാണ്, പള്ളിയിൽ ഇങ്ങനെ ഒരു സംഭവമുണ്ട്, അത് ദിക്റല്ലേ, നല്ലതല്ലേ, അവർ ചെയ്തോട്ടെ, ഏതായാലും കള്ളുടിച്ചൊന്നല്ലോ എന്നല്ല പറഞ്ഞത്. ഇബ്നു മസ്ഊദ് നേരെ വന്നു, എന്നിട്ട് അവരോട് പറഞ്ഞു, വയ്യഹക്കും യാ ഉമ്മത്ത് മുഹമ്മദ്, ഉമ്മത്ത് മുഹമ്മദ് നിങ്ങൾക്ക് നാശം, എത്ര പെട്ടെന്നാണ് നിങ്ങൾ പിഴച്ചു പോയത്. ഹഉലായി അസ്ഹാബു റസൂലില്ലാ, ഇത് അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്ത് മരിച്ചു പോയിട്ടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ച സാധനങ്ങൾ നുരുമ്പുകയോ പൊട്ടുകയോ അന്യാധീനപ്പെട്ടു പോവുകയോ ചെയ്തിട്ടില്ല. അപ്പോഴേക്കും നിങ്ങൾ എത്ര പെട്ടെന്നാണ് നിങ്ങൾ വഴിതെറ്റിപ്പോയത് എന്ന് പറഞ്ഞ് അവരെ പള്ളിയിൽ നിന്ന് ഇറക്കി വിടുക. അവർ യാ അബാ മസ്ഊദ്, യാ അബാ അബ്ദില്ലാ, മാ അറദ്നാ ഇല്ലൽ ഖൈർ, ഞങ്ങൾ നന്മയല്ലാതെ ഇതിലൂടെ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറഞ്ഞ ആളുകളെ തിരുത്താണ്. മനസ്സിലായി? ലോകത്തെ ആദ്യത്തെ ഇസ്ലാമിക പ്രവാചകൻ, നമ്മുടെ ഉമ്മത്തിലെ ആദ്യത്തെ സംവാദം, സ്വഹാബത്തിന്റെ കാലത്തെ ആദ്യത്തെ സംവാദം എന്ന് പറയുന്നത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ സംവാദമാണ്. മുഅ്തസിലിയാക്കളും ഖവാരിജിയാക്കളും ഒക്കെ ആയിട്ട് അദ്ദേഹം സംവാദം നടത്തി. മനസ്സിലായി? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെട്ടു എന്ന് കേട്ടപ്പോ, ഇനി ഞങ്ങൾ സക്കാത്ത് കൊടുക്കില്ല, അത് നബിക്ക് കൊടുത്തതാണ് എന്ന് പറഞ്ഞ ആളുകൾ രംഗത്ത് വന്നപ്പോ, ഇസ്ലാമിന്റെ ആണിക്കല്ലാണ് സക്കാത്ത്, അല്ലെ, പഞ്ചസ്തംഭങ്ങളിൽപ്പെട്ട സക്കാത്ത്, ആ സക്കാത്ത് ഞങ്ങൾ കൊടുക്കില്ലെന്ന് നിഷേധിച്ചപ്പോ മിമ്പറിലേക്ക് ഓടിക്കയറിയിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രൗഢമായ ഒരു പ്രഭാഷണം നിർവഹിച്ചു. അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിന്റെ പ്രവാചകന് നിങ്ങൾ കൊടുത്തിരുന്ന ഒട്ടകത്തെ കെട്ടുന്ന ഒരു കയറാണ് നിങ്ങൾ അബൂബക്കറിനെ ഹനിക്കുന്നതെങ്കിൽ അവരുമായി ഞാൻ യുദ്ധം ചെയ്യുക തന്നെ ചെയ്യുമെന്നാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ വാക്കെന്തരങ്ങള്, അള്ളാഹുവിന്റെ റസൂല് മരിച്ചുപോയി എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ദീനുമ കയറി കളിക്കാന്ന് വിചാരിച്ചോ? ദീനിന്റെ അടിസ്ഥാനത്തെ പിച്ച് ചീന്താമെന്നും പിഴുതെറിയാമെന്നും നിങ്ങൾ വിചാരിച്ചോ? ദീൻ, ഈ ദീനിനെ നിങ്ങൾ നശിപ്പിക്കുകയാണോ? ഞാനിവിടെ ജീവനോടുള്ള സമയത്ത് സമ്മതിക്കില്ല എന്നാണ് അബൂബക്കർ പറഞ്ഞത്. ഞാനിവിടെ നിങ്ങൾ ആലോചിക്കും, നമ്മൾ ജീവിക്കുന്ന കാലത്ത് ഖുർആനെ കുറിച്ച്, നബിനെ കുറിച്ച്, ഇസ്ലാമിനെ കുറിച്ച് എന്തെല്ലാമാണ് ശത്രുക്കൾ പറയണത്. ഇനി മുസ്ലിം എന്ന് പറയുന്ന ആൾക്കാരെന്നെ അല്ലെ എന്താണ് ഔലിയാക്കളെ കുറിച്ചും അമ്പിയാക്കളെ കുറിച്ചും മഹാന്മാരെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുള്ളത്? എന്തൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കണത്? എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കണത്? ഈ ദീൻ ഇങ്ങനെ പിച്ച് ചീന്തപ്പെടുമ്പോൾ, കളങ്കമാക്കപ്പെടുമ്പോ, ഇതിലേക്ക് ശിർക്കും ബിദ്അത്തും ഖുറാഫാത്തും കടത്തിക്കൂട്ടുമ്പോ, ഇതേ ആശയവുമായിട്ട് ലയിപ്പിച്ച് ഇതിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോ തലപൊങ്ങേണ്ട ചില ആളുകളുണ്ട്. അവരെ കുറിച്ച് റസൂലുള്ളാഹി പറഞ്ഞ എന്താ അറിയുന്നത്? ഖുറബാകൾ എന്നാണ്. ഖുറബാകൾ ആരാ? ഖുറബാകൾ അല്ലദീന യുഫ്സിദൂന അല്ലദീന യുസ്ലിഹൂന മാ അഫ്സദന്നാസ്, ജനങ്ങൾ ഫസാദിലാക്കിയതിനെ അവിടെയെല്ലാം ഇസ്ലാഹ് നടത്തുന്നവരായിട്ടുള്ള ഖുറബാകൾ രംഗത്ത് വരുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഈ ദീന് തുടങ്ങിയപ്പോൾ കുറച്ച് ആൾക്കാരുടെ അർക്കം ബിൻ അർക്കം റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ ഒരു മെഴുകുതിരി വെട്ടത്തിൽ വിരലിലെണ്ണാവുന്ന ആളുകളിൽ നിന്ന് തുടങ്ങിയതാണ് ഇസ്ലാമിന്റെ ഈ ഒരു യാത്ര, അല്ലെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനത്തിന്റെ യാത്ര. അവസാനം ഹജ്ജത്തുൽ വിദായിൽ, അറഫാ മൈതാനിയിൽ ലക്ഷോപലക്ഷം വരുന്ന സ്വഹാബത്തിനെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അഭിസംബോധന ചെയ്തത്. അത് എവിടെ നിന്ന് തുടങ്ങിയതാണ്? കുറച്ച് ആളുകളിൽ നിന്ന് തുടങ്ങിയതാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ബദഅൽ ഇസ്ലാം ഗരീബൻ വസയഊദു കമാ ബദഅ തുബാ ലിൽ ഖുറബാ, ഈ ഇസ്ലാം തുടങ്ങിയത് കുറച്ച് പേരിൽ നിന്നാണ്. അതേ അവസ്ഥയിലേക്ക് ഒരു അപരിചിതത്വം ഇതിന് വരും. അല്ലെങ്കിൽ കേട്ടില്ല, ഇപ്പൊ എന്ത് ഇസ്ലാമാണത്? നമ്മൾക്ക് മുസ്ലിങ്ങളാണ്, നമ്മൾ നിസ്കരിക്കലുണ്ട്, നമ്മൾ നോമ്പ് വെക്കലുണ്ട്, നമ്മൾ ഖുർആൻ ഓതലുണ്ട്. ഖുർആൻ ഓതുന്ന നിസ്കരിക്കുന്ന നോമ്പ് വെക്കുന്ന ഒരാൾക്ക് സിനിമ കാണാൻ പാടില്ലെന്നുണ്ടോ? അതൊക്കെ ഒരു പുതിയതാണല്ലോ, പുതിയ ആശയമാണല്ലോ. ഇസ്ലാം പറയുമ്പോ ഇതെന്താണ് എന്ന് ചോദിക്കുന്ന അവസ്ഥയില്ല ഇപ്പോ, ഇല്ലേ? അതാ റസൂൽ പറഞ്ഞു, അങ്ങനെ അപരിചിതത്വം അനുഭവിക്കുന്ന ഒരു കാലം വരും. അന്ന് തൂബാ ലിൽ ഖുറബാ,
അപരിചിതർക്ക് മംഗളം. ആരാണ് ഖുറബാകൾ എന്ന് ചോദിച്ചപ്പോൾ റസൂൽ പറഞ്ഞത് അല്ലദീന യുസ്ലിഹൂന മാ അഫ്സദന്നാസ്, ജനങ്ങൾ കളങ്കമാക്കിയ, ജനങ്ങൾ പിച്ചിച്ചീന്തിയ, ജനങ്ങൾ നശിപ്പിച്ച, ജനങ്ങൾ കേടുവരുത്തിയതിനെ നന്നാക്കിയെടുക്കുന്ന ഒരു വിഭാഗം ആളുകൾ ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ കുറെ സ്റ്റാഫ്, നൂറുകണക്കിന് സ്റ്റാഫ് ഉണ്ടാവും. അവിടുത്തെ ഖുറബാകളായിട്ട് നമ്മൾ മാറണം. പഠിക്കുന്ന ക്യാമ്പസിലെ ഖുറബാകളായി നമ്മൾ മാറണം. ജീവിക്കുന്ന നാട്ടിലെ ഖുറബാകളായി നമ്മൾ മാറണം. ആരും തൊടാൻ പറ്റാത്ത, ആർക്കും എത്തിപ്പെടാൻ പറ്റാത്ത, ആരുമായിട്ടും മിണ്ടാത്ത, സംസാരിക്കാത്ത, പുഞ്ചിരിക്കാത്ത, സമൂഹത്തിൽ ഇടകലരാത്ത, മാറി നിന്ന് അവരുടെ പൂജയും ചിട്ടവട്ടങ്ങളുമായി കഴിച്ചു കൂട്ടുന്ന ഒരാളെയല്ല ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചത്. മനസ്സിലായില്ലേ? ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചത് സമൂഹത്തിൽ ജീവിക്കുകയും സമൂഹത്തിൽ തനിക്കെതിരെ ഉണ്ടാകുന്ന പ്രയാസങ്ങളിൽ ക്ഷമ അവലംബിക്കുകയും ചെയ്യുന്ന ആൾക്കാരെയാണ് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടം. അല്ലദീന യുഖാലിത്തൂന നാസ്, ജനങ്ങളുമായിട്ട് ഇടകലരുന്ന, അവരിൽ നിന്നുണ്ടാകുന്ന ഉപദ്രവങ്ങളെ ക്ഷമയോടുകൂടെ നോക്കിക്കാണുന്ന ആൾക്കാരെയാണ് അള്ളാഹ്ക്ക് ഇഷ്ടമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു ദൗത്യം സുഹൃത്തുക്കളെ കുടുംബത്തിലും അയൽപ്പക്കത്തും നമ്മുടെ നാടുകളിലും നമ്മൾ ജോലി ചെയ്യുന്ന ഇടങ്ങളിലും എല്ലായിടങ്ങളും നിർവഹിക്കണം. കാരണം എന്താ പറയുക, നമുക്കൊരു 10-50 കൊല്ലം ജീവിക്കാൻ വിചാരിച്ചു. ഒരു ദഅവത്ത് നടത്തുന്ന ഒരാള് 50 കൊല്ലമല്ല ജീവിക്കുക, ഒരുപാട് മനുഷ്യന്മാരിലൂടെ അയാൾ ജീവിക്കും. ഇരട്ടി ആയുസ് കിട്ടാനുള്ള വഴിയാണ് ദഅവത്ത് എടുത്താൽ. നമ്മൾ കാരണം ഒരാൾ ഹിദായത്തിലായാൽ ലോകത്തെ ഏറ്റവും വലിയ കോടീശ്വരനാരാ? പെർ ഡേ 22 കോടി സമ്പാദിക്കുന്ന ആൾക്കാർ ഡെയിലി 22 കോടി റുപ്യ. ഓലേക്കാളും വലിയ ധനാഢ്യനാരാനക്ക്. നീ കാരണം ഒരാൾ ഹിദായത്തിലായാൽ ഈ ദുനിയാവും അതിലുള്ള മുഴുവനും ലഭിക്കുന്നതിനേക്കാൾ നിനക്ക് ഉത്തമമാണ്. ഒരു ടാസ്ക് വെക്കണ്ട. നമ്മളെ കൂടെ ജീവിക്കണം മനുഷ്യന്മാരെയൊക്കെ ദീനിലേക്ക് ക്ഷണിക്കണം, അവർക്ക് നന്മയിലേക്ക് ക്ഷണിക്കണം, ഇതര മതസ്ഥർക്ക് തൗഹീദ് പറഞ്ഞു കൊടുക്കണം, അവർക്ക് ഖുർആന്റെ തഫ്സീർ കൈമാറണം. നമ്മുടെ കൂടെ ജീവിക്കുന്നവർക്ക് പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കണം, അവരെ നമ്മുടെ ഫോക്കസിലേക്ക് കൊണ്ടുവരണം. നമ്മുടെ മുമ്പിൽ വരുന്ന രോഗികളായിരിക്കാം, ക്ലയൻസ് ആയിരിക്കാം, നമ്മുടെ കസ്റ്റമേഴ്സ് ആയിരിക്കാം, ആരായിരിക്കട്ടെ, ശിർക്കും ഖുറാഫാത്തും പലതുമായിട്ടാണ് അവർ വരുന്നത്. ഏലസ് ഉണ്ടാവും, ഞാൻ ഇപ്പം എന്തിനാ നോക്കണം, ഞാൻ രോഗം നോക്കിയാ പോരെ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. എന്നാൽ തൻ്റെ മേശപ്പുറത്തൊരു പാത്രത്തിൽ നിറയെ രോഗികളുടെ കയ്യിൽ നിന്നും അരയിൽ നിന്നും മുറിച്ച ഏലസും ഉറുക്കും ഐക്കല്ലും ഒരു പാത്രം നിറയെ തൻ്റെ മേശപ്പുറത്ത് വെച്ചൊരു ഡോക്ടറെ എനിക്ക് കാണാൻ പറ്റും. അടന്തരങ്ങൾ രോഗം നോക്കുന്നതിന് മുമ്പ് അയാൾ നോക്കുക ഇയാളെ വിശ്വാസം. അന്ധവിശ്വാസം മുഴുവൻ കുത്തി നിറച്ചിട്ട് മുറിവിൽ മരുന്ന് പുരട്ടുമ്പോ ബദരീങ്ങളെ മമ്പർത്ത് തങ്ങളെ എന്ന് വിളിക്കുമ്പോ അള്ളാന്ന് വിളിക്കണമെന്ന് പറയാൻ നമുക്ക് പറ്റിയില്ലെങ്കിൽ പിന്നെന്ത് ഈമാൻ, പിന്നെന്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, പിന്നെന്ത് ഇസ്ലാം, പിന്നെന്ത് പരലോകം? അതുകൊണ്ട് അവസരങ്ങൾ എമ്പാടും നമുക്കുണ്ട്. അവസരങ്ങൾ നമുക്കാണ് ഏറ്റവും കൂടുതലുള്ളത്. ധാരാളം ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് നമ്മൾ, അല്ലെ? ഏറ്റവും അധികം സൊസൈറ്റിക്ക് വേണ്ടി ഉറക്കമൊഴിച്ച് ക്ഷീണം സഹിച്ച് സ്വന്തം കാര്യങ്ങൾ പോലും മാറ്റി വെച്ചിട്ട് അധ്വാനിക്കുക പറഞ്ഞ ചില്ലറ കാര്യമല്ല. ഞാൻ ഡോക്ടേഴ്സിന് ക്ലാസ് എടുത്തപ്പോ കുറച്ച് പ്രിപ്പയർ ചെയ്തപ്പോൾ ഒരു ഡോക്ടർ എത്ര അനുഗ്രഹീതനാണെന്നുള്ളത് അപ്പോഴാണ് മനസ്സിലായത്. ഒരു രോഗിനെ രാവിലെ സന്ദർശിച്ചാല് വൈകുന്നേരം വരെ മലക്കുകൾ പ്രാർത്ഥിക്കും, വൈകുന്നേരം സന്ദർശിച്ചാല് നേരം വെളുക്കോളം മലക്കുകൾ പ്രാർത്ഥിക്കും. എന്നൊരു ഡോക്ടറാണ് ഏറ്റവും അധികം രോഗിനെ സന്ദർശിക്കുന്ന ആള്. പക്ഷെ ഡോക്ടർക്ക് ആ നീയത്തുണ്ടോ? ഇത്രയധികം രോഗികളെ സന്ദർശിക്കുന്ന ഒരാള് ഡോക്ടറാണ്. എത്ര മലക്കുകളാണ് ഒരു ഈമുള്ള ഡോക്ടറെ കൂടെ ഉണ്ടാകുക പ്രാർത്ഥിക്കാൻ 24 hours, അല്ലെ? അതൊരു ചാരിറ്റി വർക്കല്ലേ? എന്നാൽ ഏറ്റവും വലിയ ചാരിറ്റി വർക്ക് എന്താ? നിങ്ങൾ കത്തിജ്വലിക്കുന്ന നരകത്തിൽ നിന്ന് ആളുകൾ രക്ഷപ്പെടുത്താനുള്ള ചാരിറ്റി വർക്കാണ്. അനാഹിതും ബിഹുജ്ദിക്കും, ഞാൻ നിങ്ങളുടെ അരക്കെട്ടിന് പിടിക്കും. ആളുകൾ തീയിലേക്ക് പായുമ്പോ അവരെ അരക്കെട്ടിന് പിടിക്കുന്ന പണിയാണ് എനിക്കുള്ളതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. വലിയൊരു ദൗത്യമാണ് സഹോദരന്മാരെ. ആ ദൗത്യം നിർവഹിക്കാൻ ഒരു മനുഷ്യൻ നമ്മുടെ മുമ്പിൽ വന്നിരുന്നാൽ അയാളോട് ഒരു നന്മയെങ്കിലും പറയാൻ പറ്റിയാൽ എന്താ ഗുണറിയോ? ആകാശ ലോകത്തുള്ള മുഴുവൻ മലക്കുകളും ജന്തുജാലങ്ങളും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹു മലായികതഹു വഅഹ്ലിസ് സമാവാതി വൽ അർദ്, ആകാശ ഭൂമികളിലുള്ളവരും മലക്കുകളും എല്ലാവരും ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ആരാണ് നിങ്ങൾ? അലാ മുഅല്ലിമിൻ നാസിൽ ഖൈറ, ജനങ്ങൾക്ക് നന്മ പഠിപ്പിച്ചു കൊടുക്കണമാണ്.
കുട്ടിക്ക് നമ്മളെ മകന് ഒരു പ്രാർത്ഥനയെങ്കിലും നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. എല്ലാം ഉസ്താദ് പഠിപ്പിച്ചു കൊടുക്കട്ടെ വിചാരിക്കരുത്. നമ്മളൊരു സൂറത്ത് പഠിപ്പിച്ചത് ആ ആയത്ത് ആ സൂറത്ത് ഓതുന്നതിന്റെ കൂലി ആർക്ക് കിട്ടും? നമുക്ക് കിട്ടും. ജനങ്ങൾക്ക് നന്മ പഠിപ്പിച്ചു കൊടുക്കുന്ന അധ്യാപകർക്ക് വേണ്ടി മലക്കുകളും അഹ്ലുസ്സമാവാത്തും വൽ അർദീന ഭൂമിയിലുള്ളവരും എല്ലാവരും പ്രാർത്ഥിക്കും. ഹത്തൻ നംലത ഫീ ജുഹരിഹാ വഹത്തൽ ഹൂത്. കടലിൽ എത്ര മീനുണ്ട് എന്നൊക്കെ അറിയണം. ഒരു ഉറുമ്പിന്റെ കൂട്ടില് എത്ര ഉറുമ്പുണ്ടാവും? ഒരു കൂട്ടില് അല്ലേ? മാളത്തിൽ ഒളിഞ്ഞ് താമസിക്കുന്ന ഉറുമ്പുകളും സമുദ്രത്തിൽ നീന്തുന്ന മത്സ്യങ്ങളൊക്കെ പ്രാർത്ഥിക്കും. ആർക്ക്? നന്മ പറഞ്ഞു കൊടുക്കുന്ന ആൾക്ക് എന്ന് പറഞ്ഞു. റഹിമല്ലാഹ്, അല്ലാഹ് കരുണ ചൊരിയട്ടെ. ആർക്ക്? സമിഅ മിന്നി ഹദീസൻ ഫബല്ലഗഹു കമാ സമിഅഹു. എന്നിൽ നിന്നൊരു ഹദീസ് കേട്ട് പഠിച്ച് മനസ്സിലാക്കിയ രൂപത്തിൽ തന്നെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നവന് അല്ലാഹ് കരുണ ചൊരിയട്ടെ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാൻ. ഒരു സുരക്ഷ ഉറപ്പിക്കാൻ സുഹൃത്തുക്കളെ, ഈ സൊസൈറ്റി മുങ്ങിപ്പോകാതിരിക്കാൻ. അല്ലെ, ഒരു കപ്പൽ യാത്ര പോലെയാണ് നമ്മുടെ ജീവിതം. ഇവിടെ തിന്മകൾ എന്ന് പറയുന്നത് ഈ സമൂഹത്തിന്റെ നാശത്തിന് കാരണമാണ്. അല്ലാഹ് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്, നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഭൂമിയിലൂടെ സഞ്ചരിക്കൂ, എന്നിട്ട് നിങ്ങൾ നോക്കൂ എങ്ങനെയാണ് പടച്ചോന്റെ ശിക്ഷ ഓരോ ജനതയും പിടികൂടിയത്. അവർക്ക് ഹൃദയമുണ്ടായിരുന്നു, അവർക്ക് കാതുണ്ടായിരുന്നു, അവർക്ക് കണ്ണുണ്ടായിരുന്നു. അവരുടെ കണ്ണിനല്ല അന്ധത ബാധിച്ചത്, അവരുടെ ഹൃദയത്തിനാണ് അന്ധത ബാധിച്ചത് എന്ന് ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതുകൊണ്ട് ഹൃദയത്തിന് അന്ധത ബാധിച്ച മനുഷ്യന്മാര് ശിർക്കും ഖുറാഫത്തും ബിദ്അത്തുമായിട്ട് ജീവിക്കുമ്പോൾ അത് ഈ കപ്പലിനെ മുക്കും. കപ്പൽ മുങ്ങാതിരിക്കാൻ നന്മ കൽപ്പിക്കുക എന്നുള്ള, തിന്മ വിരോധിക്കുക എന്നുള്ള ആ ചുമതല സഹോദരന്മാരെ നമ്മൾ നിർവഹിക്കണം. മൻ ദല്ല അലാ ഖൈരിൻ ഫലഹു മിസ്ലു അജ്രി ഫാഇലിഹി. സുബ്ഹാനല്ലാഹ് എന്ന് ഒരട്ടം ചൊല്ലിയ 10 കൂലിയ, 100 വട്ടം ചൊല്ലിയ 1000 കൂലിയ. 100 വട്ടം ചെല്ലാൻ എത്ര സെക്കൻഡ് വേണം? ഈ ഒരു നന്മ നമ്മൾ ചെയ്യുന്നു, നമ്മൾ നമ്മുടെ കൂടെയുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. അപ്പൊ നമുക്ക് എത്ര കൂലിയ? ഈ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ഇത് ചൊല്ലിയാൽ അതിന്റെ കൂലിയാണ് എനിക്ക്. മനസ്സിലായില്ലേ? ഒരു പള്ളിയിൽ 500 പേർ നിസ്കരിക്കാൻ വന്നാൽ 500 പേരുടെ നിസ്കാരത്തിന്റെ കൂലി കിട്ടുന്ന ഒരാളുണ്ട്. ആരറിയെങ്കിൽ ബാങ്ക് കൊടുത്താണ്. അതുകൊണ്ടാണ് ബാങ്കിന്റെ കൂലി അറിഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ മത്സരിക്കുമായിരുന്നു പറഞ്ഞത്. ബാങ്ക് കൊടുത്ത് ജനങ്ങളെ പള്ളിയിലേക്ക് വിളിച്ചു വരുത്തുന്ന മുഅദ്ദിനുണ്ടല്ലോ, മുക്രി എന്ന ആൾക്കാർ അറിയാം. മനസ്സിലായി? മുക്രി ശരിക്കും അറബിയിലെ മുക്രി എന്നതിൽ നിന്നാണ് ഉണ്ടായത്. പക്ഷെ അത് മലയാളാക്കിയപ്പോൾ അത് ബാഡ് നെയിം പോലെയായി മാറിയിട്ടുണ്ട് അല്ലെ. അയാൾക്ക് ആ പള്ളി നടക്കണ നിസ്കാരത്തിനുള്ള മുഴുവൻ കൂലി കിട്ടും. കാരണം അയാൾ നിമിത്തമാണ് അവരെത്തി. നന്മക്ക് നിമിത്തമാകുക, പഠിക്കാൻ നിമിത്തമാകുക, മാറാൻ നിമിത്തമാകുക. സുഹൃത്തുക്കളെ, ജനങ്ങൾ മറക്കൂല നമ്മളെ. അയാൾ കാരണമാണ് എനിക്ക് ഹിദായത്ത് കിട്ടിയത്. സുജൂദിലെത്തുമ്പോഴേക്ക് നമ്മളെ ഓർമ്മ ഉണ്ടാവും. മനസ്സിലായില്ലേ? നമ്മളെ ലൈഫിൽ മാറ്റത്തിന് ഇടപെട്ട ചില ആൾക്കാരെ നമുക്ക് മറക്കാൻ പറ്റുമോ? ഇതുപോലെ ഒരുപാട് മനുഷ്യന്മാരുടെ ഹൃദയത്തിൽ നമ്മൾ ജീവിക്കും. ഒരുപാട് മനുഷ്യന്മാർ നമ്മളെ നിഷ്കളങ്കമായി സ്നേഹിക്കും. കാരണം അല്ലാഹ് ഒരാളെ ഇഷ്ടപ്പെട്ടാൽ ഫയൂദഉൽ ഖബൂൽന, ഭൂമിയിൽ മനുഷ്യന്മാർ അയാളെ ഇഷ്ടപ്പെടും. മനസ്സിലായി? ഞാനിപ്പോ നിങ്ങളോട് ആരെ കുറിച്ചാ പറയുന്നത്? അള്ളാഹിനെ കുറിച്ചാ പറയുന്നത്. ഒരാൾ സ്വന്തം നഫ്സിൽ അള്ളാഹിനെ ഓർത്താൽ അള്ളാഹ് അവന്റെ നഫ്സിൽ അവനെ ഓർക്കും. ഒരു മലയിൽ, ഒരു ജനതയോട്, ഒരു സൊസൈറ്റിയോട്, ഒരു സമൂഹത്തോട് അള്ളാഹിനെ കുറിച്ച് പറഞ്ഞാൽ അള്ളാഹ് എന്താ ചെയ്യാ? നിങ്ങള് ആ പറയുന്ന ആളെ കുറിച്ച് അവന്റെ മുന്നിലുള്ള ഇതിനേക്കാൾ നല്ല സദസ്സ് അതാരാ? മലക്കുകളാ. ആ മലക്കുകളോട് പറയും. ഞാൻ ബഹ്റൈനിൽ പോയപ്പോ എനിക്ക് അവിടുത്തെ ആളുകളുടെ വീഡിയോ കാണിച്ചു. എന്താ പറയുക, നമ്മുടെ ഒരു പ്രവർത്തകൻ ഒരു സഹോദരന്റെ കാറിൽ കയറി അയാൾക്ക് ഇങ്ങനെ അള്ളാഹിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക. തഫ്സീർ ഇങ്ങനെ തുറന്നിട്ട് സൂറത്തുൽ ഇഖ്ലാസ് ഇങ്ങനെ എടുത്തിട്ട് ഇത് പടച്ചോന്റെ ഗ്രന്ഥമാണ്, അതിനുള്ള തെളിവുകളൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ദാ അവസാന ഭാഗത്ത് ഏറ്റവും സ്മോളസ്റ്റ് സൂറയിൽപ്പെട്ട ഒരു സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ്. ഇതൊന്ന് വായിച്ചോക്ക്. ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹു ഏകനാണ്, അല്ലാഹു സമദ്, അല്ലാഹു സുബ്ഹാനഹു വ തആല പരാശ്രയമുക്തനാണ്, ലം യലിദ് വലം യൂലദ്. ആയത്ത് ഇങ്ങനെ പകുതി അർത്ഥം വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് മൂപ്പരിങ്ങനെ വേദന നൽകിയിട്ട് ആ കാറിന് മൂപ്പര് മരിക്കുകയാണ്. ആ വീഡിയോ ആ കാറിൽ ഒരാള് റെക്കോർഡ് ചെയ്തതാണ്, പുറത്തു വിട്ടിട്ടൊന്നുമില്ല. അയാളുടെ കയ്യിൽ അത് സൂക്ഷിച്ചു കൊണ്ടെടുക്കുകയാണ്. ഒന്ന് ആലോചിക്കുക, അയാളേക്കാൾ വലിയ ഭാഗ്യമുള്ള മനുഷ്യൻ ആരവിടെ? വിശുദ്ധ ഖുർആൻ തുറന്നു വെച്ചിട്ട് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിനെ കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ അള്ളാഹ് അയാളെ റൂഹനെ ഇങ്ങോട്ട് പിടിച്ച്. നമ്മളെന്താ പ്രാർത്ഥിക്കണേ?
പഠിച്ചവനെ എന്നെ നീ ഈമാനോട് മരിപ്പിക്കണേ, നന്മയിലായിരിക്കും മരിപ്പിക്കണം, നിനക്ക് ഇഷ്ടപ്പെട്ടവനായിരിക്കും മരിപ്പിക്കണേ, ഇതൊക്കെയാണ് നമ്മൾ പ്രാർത്ഥിക്കണേ. സുഹൃത്തുക്കളെ, അതിനുള്ളൊരു നിമിത്തം എന്ന് പറയുന്നത് നമ്മൾ ഈ നന്മയുടെ വഴിയിലുണ്ടായിരിക്കുക എന്നുള്ളതാണ്. മനുഷ്യരുടെ കൂട്ടത്തിൽ നന്മയുടെ താക്കോലുകളും തിന്മയുടെ ലോക്കുകളും ഉണ്ട്. തിന്മയുടെ താക്കോലുകളും നന്മയുടെ ലോക്കുകളുമുണ്ട്. തൂബാ ലിമൻ ജഅലല്ലാഹു മഫാത്തിഹൽ ഖൈർ അലാ യദൈഹി. ആരുടെ കയ്യിലാണോ നന്മയുടെ താക്കോലുകൾ അല്ലാഹു വെച്ചത് അവർക്ക് മംഗളം എന്നാണ്. ഞമ്മക്കൊരു വീടില്ലേ, ഞമ്മക്കൊരു നാടില്ലേ, അവിടുത്തെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ഈ അവസ്ഥക്കൊരു അറുതി വരുത്തണം. അത് പള്ളി കമ്മിറ്റി ചെയ്യട്ടെ, ലീഗ് ചെയ്യട്ടെ, കോൺഗ്രസ് ചെയ്യട്ടെ എന്ന് പറയുന്നതിന് പകരം ഞാൻ ഈ നാട്ടിലുള്ള ഒരു വ്യക്തിയായിരിക്കെ എനിക്കെന്ത് ചെയ്യാൻ പറ്റും? നന്മ തുറന്നു കൊടുക്കുന്ന താക്കോലുകളാകണം നമ്മൾ. റസൂൽ പറയാ, തൂബാ ലിമൻ ജഅലല്ലാഹു മഫാത്തിഹൽ ഖൈർ അലാ യദൈഹി. ആരുടെ കയ്യിലാണോ അല്ലാഹു നന്മയുടെ താക്കോലുകൾ വെച്ചത് അവർക്ക് മംഗളം. നന്മയുടെ താക്കോലുകളായിട്ട് മാറാൻ നമുക്ക് പറ്റിയാൽ സുഹൃത്തുക്കളെ, അണമുറിയാത്ത പ്രതിഫലം. മനസ്സിലായി? നമ്മളിങ്ങനെ നമ്മുടെ ബിസിനസ്സും നമ്മുടെ ഏർപ്പാടൊക്കെ ആയിട്ട് ഇങ്ങനെ ജീവിച്ചു പോകുമ്പോഴേ നമ്മളുമായി ചുറ്റിപ്പറ്റി ജീവിക്കുന്ന ആൾക്കാരെ ഉണ്ടാവുള്ളൂ. അല്ല, ഇസ്ലാമിക പ്രബോധന കൂട്ടായ്മയുടെ ഭാഗമായി നമ്മൾ മാറുമ്പോൾ, ഞാൻ ഇന്ന് കേട്ടൊരു സ്പീച്ച് എന്താ പറയുക, ഈ കൂട്ടായ്മയുടെ ഭാഗമായിട്ട് നമ്മൾ മാറുമ്പോൾ പീസ് റേഡിയോ ഉണ്ട്, ജാമിഅൽ ഹിന്ദ് ഉണ്ട്, നേർപ്പതുണ്ട്, മദ്രസ ഉണ്ട്, വിവിധ സെറ്റപ്പുകളുണ്ട്, വിവിധ പരിപാടികളുണ്ട്, വിവിധ ഘടകങ്ങളുണ്ട്. അതിനൊക്കെയും വേണ്ടി പ്രാർത്ഥിക്കുന്ന മനുഷ്യന്മാരുണ്ട്. ഒരാൾ പീസ് റേഡിയോക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലും ഈ കൂട്ടായ്മയിലെ ഓരോ മെമ്പർക്കും അതിന്റെ കൂലി കിട്ടുന്നതാണ് പണ്ഡിതന്മാർ പറയുന്നത്. എന്താ? ഒരു നാട്ടിൽ ഒരു നന്മയുടെ കൂട്ടമുണ്ടെങ്കിൽ ആ കൂട്ടത്തിന്റെ ഭാഗമായി ഇസ്ലാമിക പ്രബോധനത്തിന് നീ ചേർന്നാൽ ആ കൂട്ടായ്മക്ക് കിട്ടുന്ന എല്ലാ പ്രാർത്ഥനയുടെയും ഓഹരി നമുക്കും കിട്ടുന്നതാണ്. എവിടുന്നൊക്കെ മനുഷ്യന്മാർ പ്രാർത്ഥിക്കേണ്ടത്? സുജൂദ് കിടന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ കുടുംബ പ്രശ്നം പരിഹരിക്കപ്പെട്ടത് പീസ് റേഡിയോയിലൂടെയാണ്. മനസ്സിലായില്ലേ? ഓരോ മക്കളുടെ അഫയർ ഇഷ്യൂ പരിഹരിച്ച് ക്യാമ്പിലൂടെയാണ്, ജാലകത്തിലൂടെയും വിഷനിലൂടെയുമാണ്. അവർ എല്ലാ നേരവും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, കൂട്ടായ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അതൊക്കെ ആർക്കാ സുഖം കിട്ടെ? നമുക്ക്. ഒരു രോഗമായി എന്ന് പറയുമ്പോൾ ഇന്ന ഡെസിഗ്നേഷനുള്ള ഇന്ന ആൾക്ക് വലിയ രോഗമാണ്, പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് മൊത്തം കേരളത്തിനകത്തും പുറത്തൊക്കെ ഷെയർ ചെയ്യപ്പെടും. എന്ത്? നമ്മളൊരു ഏതെങ്കിലും മൂലയിൽ നമ്മുടെ ഏർപ്പാടുമായിട്ട് കഴിച്ചു കൂട്ടുകയാണെങ്കിൽ ആരറിയാനാ, ആര് പ്രാർത്ഥിക്കാനാ, ആര് നോക്കാനാ? നന്മയുടെ വഴിയിലുണ്ടാകുമ്പോൾ നല്ല ദീനീ ബോധമുള്ള മനുഷ്യന്മാരുണ്ടാവും. മരിച്ചു എന്ന് പറയുമ്പോൾ പ്രാർത്ഥന മര്യാദയ്ക്ക് ഒരു സ്ഥലത്ത് മയ്യത്ത് സ്കരിക്കാൻ പോയിട്ട് മകനാ ഇമാമെന്ന് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അസ്സലാമു അലൈക്കും അസ്സലാമു അലൈക്കും. ഓൻ വിചാരിച്ചത് പെരുന്നാസ്കാരാണ്. ഓനറിയില്ല എങ്ങനെ മയ്യത്ത് സ്കരിക്കേണ്ടത്. ആൾക്കാർക്ക് പ്രാർത്ഥിക്കാനുള്ള ടൈം പോലും ഇല്ല. ഇങ്ങനെ കുറെ ആൾക്കാർ നിസ്കരിച്ചിട്ട് എന്ത് കാര്യം സുഹൃത്തുക്കളെ? എന്നാൽ ഈമാനുള്ള തൗഹീദുള്ള തഖ്വയുള്ള നല്ല മനുഷ്യന്മാര് നമ്മൾ മരിച്ചു എന്ന് പറയുമ്പോൾ കിലോമീറ്റർ അക്കരെ നിന്ന് ജോലി ലീവ് എടുത്ത് നമ്മുടെ മയ്യത്ത് നിസ്കരിക്കാൻ നമ്മുടെ നാടുകളിലെ ഊടുവഴികളിലൂടെ അവർ വരും. മനസ്സിലായി? അന്തരങ്ങളിൽ ഈ ആദർശത്തിന്റെ, ഈ പ്രബോധനത്തിന്റെ, ഈ നന്മയുടെ കണ്ണിയിലൊരു കണ്ണിയാണ് മുറിഞ്ഞു പോയത്. നബി അല്ലെ, ഒരു ബിൽഡിംഗ് കണക്കെയാണ്, അതിൽ ഇഷ്ടികൾ കണക്കാണ്, കജ്ജസദിൻ വാഹിദ്, ഒറ്റ ശരീരം കണക്കാണ്. റുഹമാഉ ബൈനഹു, പരസ്പരം കരുണയാണ്, സ്നേഹമാണ്. ആ സ്നേഹവും കാരുണ്യവുമുള്ള തൗഹീദുള്ള 40 ആൾക്കാർ നമുക്ക് മയ്യസ്കരിക്കാണ്ടെങ്കിൽ സുഹൃത്തുക്കളെ സ്വർഗ്ഗം, പാപങ്ങൾ പൊറുക്കപ്പെടുക. അത് നമ്മളെന്ത് തിരക്കു പറയാതെ, നമ്മുടെ ഭൗതിക കാര്യങ്ങളുടെ പിന്നാലെ കെട്ടിമറിയാതെ നമ്മൾ ഈ ദീനീ ദഅ്വാ രംഗത്ത് സജീവമാകുക എന്നുള്ളതാണ്. അത് സജീവമാകുക. നമുക്ക് ഓരോരുത്തർക്കും ചെയ്യാൻ എന്തെല്ലാം പറ്റുമോ, സാമ്പത്തികമായി, ശാരീരികമായി, അല്ലെ, നമ്മൾ ഇടപെടുന്ന മേഖലകളിൽ, നമ്മൾ വർക്ക് ചെയ്യുന്ന ഏരിയകളിൽ എന്തെല്ലാം, അല്ലെ, പീസ് റേഡിയോയിലൂടെ, എഴുത്തിലൂടെ, വായനയിലൂടെ, സംസാരത്തിലൂടെ, ഷെയറിങ്ങിലൂടെ എന്താണോ നമുക്ക് ചെയ്യാൻ പറ്റും, അതിലൂടെയൊക്കെ ഈ ദഅവത്തിന്റെ ഓഹരി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നേടാൻ പറ്റും. അതിന് നമ്മൾ മനസ്സറിഞ്ഞ് ഇടപെടാൻ നോക്കി. ഇബ്രാഹിം നബിനെയും ലൂത്ത് നബിനെയും നാട്ടുകാർ നാടുകടന്നു. പക്ഷെ പടച്ചുകൊണ്ട് ചേർത്ത് പിടിച്ച് ഇസ്ഹാഖിനെ കൊടുത്തു, വയഅഖൂബ് നാഫില, പേരക്കുട്ടിയായിട്ട് യാക്കൂബിനെയും കൊടുത്തു. വകുല്ലൻ ജഅൽനാ സാലിഹീൻ, എല്ലാവരെയും ഞാൻ സ്വാലിഹീങ്ങളാക്കി. അല്ലാഹു പറയുന്നു വജഅൽനാഹും അഇമ്മത്തൻ യഹ്ദൂന ബിഅംരിനാ ലം വഔഹൈനാ ഇലൈഹിം ഫിഅലൽ ഖൈറാത്ത്. അവരെല്ലാം സ്വാലിഹീങ്ങളാക്കി എന്ന് മാത്രമല്ല, അവരെല്ലാം ജനങ്ങളെ നന്മയിലേക്ക് ക്ഷണിക്കുന്ന, നന്മയുടെ മുന്നിൽ നടക്കുന്ന ആൾക്കാരുമാക്കി. ഈ ആയത്തില് ഒരു സംഭവമുണ്ട്. ആ സംഭവം എന്താ? നിങ്ങൾ ഒന്നാമത്തെ ആയത്തിലുള്ളത് കുല്ലൻ ജഅൽനാ സ്വാലിഹീന, ഞാൻ എല്ലാവരെയും സ്വാലിഹീങ്ങളാക്കിയെന്ന.
അടുത്ത ആയത്തില് വജഅൽന എന്ന് പറയേണ്ട ആവശ്യമില്ല, പിന്നെയോ ഇമ്മത്ത് എന്ന് പറഞ്ഞാൽ മതി. എന്നാൽ തന്നെ അർത്ഥം ക്ലിയറാണ്. കാരണം മുമ്പ് ജഅൽന എന്ന് പറഞ്ഞിട്ടുണ്ട്, പിന്നെ ജഅൽന എന്ന് പറയേണ്ട ആവശ്യമില്ല, വാവ് ചേർത്ത് അങ്ങനെ പറഞ്ഞു പോയാൽ മതി. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ടാമത്തെ ആയത്തിൽ വജഅൽനാഹും, ഞാൻ അവരെ ആക്കുകയും ചെയ്തു. എന്ത്? അഇമ്മതൻ, നേതാക്കന്മാർ എന്ന് പ്രത്യേകം പറഞ്ഞു. എന്താ അങ്ങനെ പ്രത്യേകം പറയാൻ കാരണങ്ങൾ അറിയാം? ആ ഒരു അഇമ്മത്താക്കുക എന്നുള്ളത് ഒരു സ്പെഷ്യൽ ആക്കലാണ്. വഹാദാ മിൻ അക്ബരി നിഅമില്ലാ അലാ അബ്ദിഹി അൻ യകൂന ഇമാമൻ യഹ്തദി ബിഹിൽ മുഹ്തദൂൻ വയംശി ഖൽഫഹു സാലികൂൻ. അല്ലാഹു ഒരാൾക്ക് കൊടുക്കുന്ന വലിയൊരു യോഗ്യതയാണ്. എന്തറിയോ? അയാളെ നന്മയുടെ മുന്നിൽ നടക്കുന്ന ആളാക്കുക. ഓ അറബി കോളേജിൽ പഠിച്ചല്ലേ, അതൊന്നും നമ്മുടെ വിഷയമല്ല. നന്മയുടെ മുന്നിൽ നടക്കുന്ന ഒരാളാക്കി അള്ളാഹ് ഒരാളെ മാറ്റിയിട്ടുണ്ടെങ്കിൽ അതൊരു സ്പെഷ്യൽ അംഗീകാരമാണ്, അള്ളാഹിന്റെ വലിയ നിഅമത്താണെന്നാണ് ഇമാം നാസിർ സഅദി ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്നത്. അതുകൊണ്ടാ സ്വാലിഹീങ്ങളാക്കി എന്ന് പറഞ്ഞ ശേഷം വീണ്ടും ഞാൻ അവരെ നേതാക്കന്മാരാക്കി എന്ന് പറഞ്ഞു. ആ ആക്കലൊരു സ്പെഷ്യൽ ആക്കൽ. അപ്പൊ അതൊരു നിയോഗമാണ് സഹോദരന്മാരെ, ഒരു നിയോഗം അല്ലെ. രാജ്യത്തിന്റെ മുഖ്യമന്ത്രി പദവി ഏറ്റെടുക്കുമ്പോ വി ഡി സതീശൻ സാർ പറയുണ്ടായി, ഇത് ദൈവികമായൊരു നിയോഗമാണ്. അധികാരത്തിന് രണ്ട് ഫേസ് ഉണ്ട്. ഒന്ന് അതിന്റെ ഒരു പളവളപ്പും അതിൻ്റെതായ പ്രിവിലേജ് ഉപയോഗിക്കലുണ്ട്. എന്നാൽ രണ്ടാമത്തെ വശം അതിന്റെ ഒരു ചുമതലാ വശമാണ്. ഇതിനെ ഒരു ചുമതലയായി കാണുന്നവനാണ് ഞാൻ. അദ്ദേഹം പഠിച്ചോ പറഞ്ഞ വാക്കുകളൊക്കെ പാലിച്ച ആ നിലപാടിൽ ഉറച്ചു പോകാനുള്ള തൗഫീഖ് കൊടുക്കട്ടെ. അല്ലെ, ഒരുപാട് പ്രതീക്ഷകൾ നമ്മൾ മൊത്തത്തിൽ കാണുന്നുണ്ട്. സുഹൃത്തുക്കളെ, ഒരു നിയോഗമാണ്, പടച്ചോന്റെ ഒരു സെലക്ഷനാണ് യഥാർത്ഥത്തിൽ ഈ ഒരു സെലക്ഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു ദീനിന്റെ ഒരു പ്രയോക്താക്കളും പ്രചാരകരുമായി നമ്മൾ ഓരോരുത്തരും മാറുക എന്നുള്ളതാണ്. നമ്മൾ ഓരോരുത്തരും മാറും. അപ്പൊ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്കൊരു സമാധാനം ഉണ്ടാവും. പൈസ തരാത്ത സന്തോഷം, സ്ഥാനമാനങ്ങൾക്ക് തരാൻ പറ്റാത്തൊരു സന്തോഷം, വല്ലാത്തൊരു മാനസിക സംതൃപ്തി. നമ്മൾ പടുത്തീർത്തൊരു ഫ്ലാറ്റ് ഇങ്ങനെ പണി തീർത്ത് അല്ലെ, അതിന്റെ പെർഫെക്ഷൻ നോക്കിയിട്ട് ആൾക്കാരിങ്ങനെ കമന്റ് പറയുമ്പോൾ ഞമ്മക്കുണ്ടാണ് സമാധാനം. നമ്മൾ ഓപ്പറേഷൻ ചെയ്ത, നമ്മൾ ട്രീറ്റ് ചെയ്ത ഒരു രോഗി അവിടെ രോഗം മാറുമ്പോൾ ഞമ്മക്കുണ്ടാണ് ഒരു ഹാപ്പിനെസ് ഇല്ല. അതിനേക്കാൾ വലിയ ഹാപ്പിനെസ് ആണ് നമ്മളിലൂടെ ആളുകൾ ഈ ദീനിലേക്ക് ഇങ്ങനെ വരുന്നുണ്ട് കാണുമ്പോൾ. ഷെയ്ഖ് അബ്ദുർ റസാഖ് അൽ ബദർ ഹഫിളഹുല്ലാ മദീനയിൽ അറിയപ്പെടുന്ന പണ്ഡിതനാണ്. അദ്ദേഹം പറയാണ്, എന്തറിയോ, ഒരു മനുഷ്യൻ അയാൾ വൻ പാപം ചെയ്ത വ്യക്തിയാണ്, വ്യഭിചാരിയാണ്. അയാള് ദാഹിച്ചവശനായ ഒരു നായക്ക് വെള്ളം കൊടുത്തതിന്റെ പേരിൽ അള്ളാഹ് സ്വർഗം കൊടുത്തു. കാരണം എന്താ? ചാരിറ്റി അല്ലെ. ഒരു ആനിമലിനോട് കാണിച്ച ഒരു ചാരിറ്റിക്ക് അള്ളാഹ് സ്വർഗം കൊടുത്തെങ്കിൽ ലോകത്തെ ഏറ്റവും വലിയ ചാരിറ്റി തൗഹീദ് പറയലാണ്. മനസ്സിലായി? തൗഹീദ് പറയലാണ്. നമ്മുടെ കൂടെയുള്ളവരോട്, സഹപ്രവർത്തകരോട്, കൂട്ടുകാരോട്, ക്ലാസ്മേറ്റ്സിനോട്, നമ്മളുമായി പരിചയമുള്ളവരും പരിചയമില്ലാത്തവരോടും തൗഹീദ് പറയലാണ് ലോകത്തെ ഏറ്റവും വലിയ ചാരിറ്റി. അത് നിർവഹിക്കുക സുഹൃത്തുക്കളെ. അത് നിർവഹിക്കാൻ നമ്മൾ ഈ ദീനിനെ കുറിച്ച് പഠിക്കാം. എന്നിട്ട് ആത്മാർത്ഥമായി ഈ ദൗത്യം നിർവഹിക്കാം. ഇത് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഇതിന് പറ്റിയ രൂപത്തിൽ ജീവിക്കുന്ന മാതൃകകളായിട്ട് മാറുക. നമ്മുടെ സ്വഭാവവും പെരുമാറ്റവും ഒക്കെ നല്ല എളിമയും വിവേകവും പക്വതയുമുള്ള സ്വഭാവവും പെരുമാറ്റവും ഒക്കെ ഉണ്ടാക്കുക. പിന്നെ അങ്ങേയറ്റത്തെ ക്ഷമ, സൽസ്വഭാവം നമ്മിൽ ഉണ്ടാവുക. തെറ്റുകൾക്കുള്ള സാഹചര്യങ്ങൾ പരമാവധി നമ്മൾ ഒഴിവാക്കുക. പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആലയോട് നമുക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ സൊസൈറ്റിക്കും വേണ്ടി പ്രാർത്ഥിക്കാം. മനസ്സിലായി? നമ്മളിങ്ങനെ ഇടങ്ങാറായി ജീവിച്ചിട്ട് കാര്യമില്ല. എന്താ അറ്റ്മോസ്ഫിയർ, എന്താ കാലാവസ്ഥ, എന്താ മക്കളവസ്ഥ, ഈ പോക്ക് പോയാൽ എന്തായിരിക്കും, നമ്മൾ കുറെ ആശങ്കപ്പെട്ടിട്ട് കാര്യമില്ല. ഇന്നമാ അഷ്കൂ ബസ്തി വഹസ്നി ഇലല്ലാഹ്. കുഞ്ഞുമോനെ എന്ത് കൊണ്ടുപോയി ചെയ്തു എന്ന് എനിക്കറിയില്ല. ഒന്നിനും മാത്രം പോന്ന 10 യുവാക്കളാണ് യൂസുഫിനെ കൊണ്ടുപോയി ഇല്ലാണ്ടാക്കി തിരിച്ചു വന്നത്. എന്ത് ചെയ്തു എന്നറിയില്ല, എവിടെ പോയി എന്നറിയില്ല, കുട്ടി ജീവിച്ചിരിപ്പുണ്ടെന്നറിയില്ല, മരിച്ചു പോയിട്ടുണ്ടെന്നറിയില്ല. പഠിച്ചോനെ, എൻ്റെ വേദന ഞാൻ നിന്നോട് പറയുന്നു റബ്ബേ. സുഹൃത്തുക്കളെല്ലാം റബ്ബിനോട് പറയാനും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാനും കുറച്ച് ദീനീയായിട്ടുള്ള വലിയ വലിയ സ്വപ്നങ്ങൾ മെനയാനും അല്ലേ. നമുക്ക് കുറച്ച് വരുമാനം ഉണ്ടെങ്കിൽ, ഞാൻ മരിക്കണതിന് മുമ്പ് എനിക്കൊരു പള്ളി നിർമ്മിക്കണം, എനിക്കൊരു ഹജ്ജ് ചെയ്യണം, എൻ്റെ കുടുംബത്തിനെ കൂട്ടിയിട്ട് ഹജ്ജ് ചെയ്യണം, അങ്ങനെയൊക്കെയുള്ള കുറച്ച് ദീനീയായിട്ടുള്ള കുറച്ചുകൂടെ ഒരു ഇന്റൻഷൻ കൂടെ നമ്മുടെ മനസ്സിൽ കൊണ്ടുവന്ന് ദീനിന്റെ ദഅവത്തിന്റെ രംഗത്ത്, പ്രബോധനത്തിന്റെ രംഗത്ത് നമ്മളെല്ലാവരും മുന്നോട്ട് വരിക എന്നുള്ളതാണ്. ജീവിക്കുന്നത് എത്ര കാലം എന്നതല്ല പ്രധാനം, മറിച്ച് ജീവിച്ച കാലം നമ്മൾ എന്ത് അടയാളപ്പെടുത്തി എന്നതാണ് ഏറ്റവും പ്രധാനം. മരിക്കും മുമ്പ് നമ്മൾ നമ്മുടെ കബറിലേക്കുള്ളത്
നമ്മുടെ മരണത്തിന് ശേഷം കുടുംബത്തിന് ജീവിക്കാനുള്ളതൊക്കെ നമ്മൾ പലപ്പോഴും ആലോചിക്കാറുണ്ട്. ഞാൻ മരിച്ച എൻ്റെ കുടുംബം എങ്ങനെ ജീവിക്കും, അപ്പൊ അതിന് ഇന്നത് ചെയ്യണം, മറ്റേത് ചെയ്യണം, ദീനൊന്നും ഇല്ലാത്തവർക്ക് കുറെ പോളിസിക്ക് എടുക്കണം എന്നൊക്കെ വിചാരിക്കും. എന്നാൽ ഞാൻ മരിച്ചാൽ എൻ്റെ ഖബറിലേക്ക് വരാൻ എന്ത് ബാക്കിയുണ്ട്? അങ്ങനെ ആലോചിക്കുമ്പോൾ ഏറ്റവും അധികം നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള പണത്തിന്റെ ചെലവ് അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ള ആൾക്കാർക്കും പണമില്ലാത്തവർക്കും ഒക്കെ ചെയ്യാൻ പറ്റിയ, ആണിനും പെണ്ണിനും കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ ഒരു സംഭവം എന്ന് പറയുന്നത് ഈ ദഅവത്താണ്. ആ ദഅവത്തിന്റെ മുൻപന്തിയിൽ തന്നെ നിൽക്കാനും നമുക്ക് ചെയ്യാൻ പറ്റിയ ഏരിയകൾ നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തി ആ രംഗത്ത് തിളങ്ങുവാനും നമ്മളുമായി ബന്ധപ്പെടുന്നവരെ അവരുടെ ജീവിതത്തിൽ ദീനിയായിട്ടുള്ള ഇടപെടലുകൾക്ക് നേതൃത്വം കൊടുക്കുവാനും നമ്മളെല്ലാവരും ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ വീഴ്ചകളും അല്ലാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരട്ടെ. അവന്റെ പരിശുദ്ധ ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ചേർക്കുമാറാവട്ടെ. നല്ല മുറാദുകൾ അല്ലാഹു ഹാസിലാക്കട്ടെ. നമുക്ക് നേരെയുള്ള മുസീബത്തുകൾ അല്ലാഹു തടുക്കുമാറാവട്ടെ. നമ്മുടെ രോഗികൾക്ക് അല്ലാഹു ശിഫാവൻ ആജിൽ സമ്മാനിക്കട്ടെ. നമ്മുടെ മരിച്ചു പിരിഞ്ഞവർക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാവട്ടെ. നമ്മുടെ രാജ്യത്ത് അല്ലാഹു സമാധാനവും സ്വതന്ത്രവും നിർഭയത്വവും നിലനിർത്തി തരുമാറാവട്ടെ. രാജ്യത്തിന്റെ അധികാരം ജനാധിപത്യ സ്നേഹികൾക്ക്, ഈ ഭരണഘടനയുടെ സംരക്ഷകർക്ക് അല്ലാഹു തിരിച്ചു നൽകുമാറാവട്ടെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കഷ്ടപ്പെടുന്ന ആളുകൾക്ക്, ഫലസ്തീനികൾ ഉൾപ്പെടെയുള്ളവർക്ക് അല്ലാഹു ആശ്വാസവും സ്വാതന്ത്ര്യവും നൽകുമാറാവട്ടെ. മനുഷ്യനെ കൂട്ടക്കുരുതിക്ക് വിധേയരാക്കി അതിലൂടെ സാമ്പത്തിക ലാഭം കൊയ്തെടുക്കാൻ ആഗ്രഹിക്കുന്ന അമേരിക്കയും ഇസ്രായേലും ഉൾപ്പെടെയുള്ള ലോകത്തുള്ള മുഴുവൻ ധിക്കാരി വർഗത്തെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പാഠം പഠിപ്പിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب دعوات يا قاضي الحاجات. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. والسلام عليكم ورحمة الله وبركاته.